operand, 1 second. Yeah. Yes, classical conditioning, operand conditioning, and social learning theory. ഈ 3 കോൺസെപ്റ്റുകളാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. വളരെ വളരെ രസകരമായിട്ടുള്ള കുറച്ച് തിയറീസ് ആണ് വരുന്നത്. ഐ ഹോപ്പ് ലേണിംഗിന്റെ ബേസിക്സ് നിങ്ങൾക്ക് അറിയായിരിക്കുമെന്ന്. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റിലാണ് ഐ എം മൂവിങ് ഫോർവേഡ്. ഓർ ഡു യു വാണ്ട് മീ ടു ജസ്റ്റ് ബ്രീഫ് അബൌട്ട് ഇറ്റ്, ലേണിംഗിന്റെ കോൺസെപ്റ്റ്സ്? Okay, response, any responses, please? Since there is no response, I'll just start. What is it? Yes. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തെ? ഞാൻ ചോദിക്കുന്നത് കേൾക്കുന്നില്ല. When there is responses, എനിക്ക് കുറച്ചുകൂടെ ഒരു ഉഷാർ ഉണ്ടാവും ക്ലാസ് എടുക്കാൻ. ഓക്കെ, സോ ഇല്ല, ഞാൻ ലേണിംഗിന്റെ ബേസിക് കോൺസെപ്റ്റ്സ് നിങ്ങൾക്ക് അറിയായിരിക്കും എന്നുള്ള ധാരണയിലാണ് ഞാൻ ഇപ്പോൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബ്രീഫ് ചെയ്യാം ലേണിംഗ് എന്താണ്, അത് വേണോന്നാണ് ഞാൻ ചോദിച്ചത്. പറഞ്ഞു നന്നായിരിക്കും മാം. ഓക്കെ, സോ വാട്ട് ഈസ് ലേണിംഗ്? ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ലേണിംഗ്, when do we need a learning? Okay, we need a learning when there is an obstacle in front of us. Okay, അതായത് സംതിങ് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആവാം ഓർ ഇന്റേണൽ ഫോഴ്സ് ആവാം. when there is a force behind us, ഒരു ഒബ്സ്റ്റക്കിൾ ഉണ്ട് നമുക്ക് ചില കാര്യങ്ങൾ സക്സീഡ് ചെയ്യാൻ. ആ ഒരു ഘട്ടം എത്തിക്കഴിയുമ്പോൾ what we do, we learn new things. Okay, and we learn new things to interact with people or interact with our environment. Okay, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ലേണിംഗ്, വി സ്റ്റാർട്ട് ലേണിംഗ് തിങ്സ്. ഓക്കെ, സോ ലേണിംഗിന്റെ ഒരു മെയിൻ അല്ലെങ്കിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്, ഇറ്റ്സ് എ റിലേറ്റീവ്ലി പെർമനന്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ ദാറ്റ് റിസൾട്ട് ഫ്രം ദ എക്സ്പീരിയൻസ് ഓർ പ്രാക്ടീസ്. ഓക്കെ, അത് റിലേറ്റീവ്ലി പെർമനന്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ ദാറ്റ് റിസൾട്ട് ഫ്രം എക്സ്പീരിയൻസസ് ഓർ പ്രാക്ടീസസ്. ഓക്കെ, അതായത് when there is an obstacle, we are learning something. ആ ലേൺ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ ആ ലേൺ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് നമ്മൾ നമ്മളുടെ ബിഹേവിയറിൽ ഒരു പെർമനന്റ് ആയിട്ടുള്ള ചേഞ്ച് ആണ് വരുത്തുന്നത്. ഓക്കെ, ഇറ്റ് ക്യാൻ ബി എ സെൽഫ് സ്കിൽ. ഓക്കെ, എനിക്ക് ക്ലാസ് എടുക്കണമെങ്കിൽ എനിക്ക് പവർ പോയിന്റ് ഉണ്ടാക്കണം. പവർ പോയിന്റ് ഉണ്ടാക്കാനുള്ള ഒരു സ്കിൽ എനിക്കില്ല. ദർ ഇസ് എ ഒബ്സ്റ്റക്കിൾ. ഓക്കെ, അതൊരു ഒബ്സ്റ്റക്കിൾ ആണ്. ക്ലാസ് എടുക്കണമെങ്കിൽ എനിക്ക് പവർ പോയിന്റ് വേണം. ഓക്കെ, സോ ദാറ്റ് എനിക്കും ആ പോയിന്റ് കാണാൻ പറ്റും, ക്ലാസ് കേൾക്കുന്നവർക്കും you can be focused or you will get an idea of what I'm teaching. Okay, ആ ഒരു പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ആ ഒരു സ്കില്ല് ഞാൻ ബിൽഡ് ചെയ്തെടുക്കണം. ആ ബിൽഡ് ചെയ്തെടുക്കുമ്പോൾ അതിന്റെ ഞാൻ ഓക്കെ PPT ഞാൻ ഉണ്ടാക്കാൻ പഠിച്ചപ്പോൾ അതെന്റെ ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ഒരു സ്വഭാവത്തിൽ വരുന്ന ഒരു മാറ്റമാണ്. ഇറ്റ് ക്യാൻ ബി എ സ്കിൽ, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഒരു എംപതി നമ്മൾ ഇവോൾവ് ചെയ്തെടുക്കുന്നതാവാം, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചെടുക്കുന്ന എന്തുമാവാം. ഓക്കെ, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ സ്കിൽ മാത്രമല്ല, ഒരു ബിഹേവിയർ, എനി പാറ്റേൺ ഓഫ് ബിഹേവിയർ ഇറ്റ് ക്യാൻ ബി. ഓക്കെ, അപ്പോ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഇനി ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ലേണിങ്ങിനെ ഇതൊന്നും ഞാൻ PPT-യിൽ ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഇപ്പൊ ഷെയർ ചെയ്യാത്തത്. ഓക്കെ, ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഫ്യൂ ഫാക്ടേഴ്സ്. ദാറ്റ് ഇസ്, ഫസ്റ്റ് വൺ ഇസ് ഇൻഡിവിജ്വൽ മോട്ടീവ്സ്. നെക്സ്റ്റ് വൺ ഇസ് physiological factors. Next is social factors, and the next one is environmental factors, and the last one is nature of learning materials. ഞാൻ ഒന്നുകൂടെ പറയാം. Factors affecting learning ആണ്. It is individual motives, physiological factors, social factors, environmental factors, and nature of learning materials. I hope you all got it. ഇതെന്റെ നോട്ട്സിലും ഇല്ലാട്ടോ. If you want me to repeat, I'll repeat. എന്നോട് ചോദിക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ in between you can stop and ask. Okay,
So first, let's see what is individual motives. Individual motives എന്താന്ന് നോക്കാം. Okay, individual motives എന്ന് പറയുന്നത് it is a motive, it is a person's reason for a specific behavior. Okay, അതായത് എനിക്ക് PPT ഉണ്ടാക്കണം, ക്ലാസ് എടുക്കാൻ PPT ഉണ്ടാക്കണം എന്നുള്ളത് ഇറ്റ്സ് മൈ പേഴ്സണൽ ചോയ്സ് ഓർ ഇറ്റ്സ് മൈ പേഴ്സണൽ റീസൺ, എനിക്കത് വേണം എന്നുള്ളത്. ഓക്കെ, സോ ദാറ്റ് ആ മോട്ടീവ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡിറൈവ് ഫ്രം എ നീഡാണ്, ഒരു നീഡിൽ നിന്ന് ഉടലെടുത്ത ഒരു മോട്ടീവാണ് എനിക്ക് PPT ഉണ്ടാക്കണം എന്നുള്ളത്. ഓക്കെ, സോ ഇൻഡിവിജ്വൽ മോട്ടീവ്സ് എപ്പോഴും വളരെ സ്പെസിഫിക് ബിഹേവിയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എനിക്കൊരു കോമ്പറ്റീഷന് പങ്കെടുക്കണം, ഡാൻസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കണം, എനിക്ക് ഡാൻസ് അറിയില്ല. ഓക്കെ, ഐ ഹാവ് ടു ലേൺ ദാറ്റ്. ഇറ്റ് ഇസ് ഡാൻസ് പഠിക്കണം, ഏത് ഡാൻസ് പഠിക്കണം എന്നുള്ള ഐ ഹാവ് ടു ചൂസ്. ദാറ്റ് ഇസ് എ സ്പെസിഫിക് ബിഹേവിയർ. ഓക്കെ, അത് എൻ്റെ ഒരു മോട്ടീവ് നിന്ന് ഡിറൈവ് ചെയ്ത് വന്ന ഒരു നീഡാണ്. ഓക്കെ, ആൻഡ് human motives are created when there is a physiological or psychological imbalance ഉള്ളപ്പോഴാണ്. ഓക്കെ, ഫിസിയോളജിക്കൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഇംബാലൻസ് ഉള്ളപ്പോഴാണ് ഈ മോട്ടീവ്സ് വരിക. ഓക്കെ, എനിക്കത് പഠിച്ചെടുക്കണം എന്നുള്ളത് ഇറ്റ് ക്യാൻ ബി മൈ സൈക്കോളജിക്കൽ ഓർ ഫിസിയോളജിക്കൽ ഇംബാലൻസ് ആവാം. സംതിങ് ഐ ഹാവ് ടു പെർഫോം, എനിക്ക് പെർഫോം ചെയ്യണം. ഓക്കെ, ഐ ഹാവ് ടു സക്സീഡ് ഇൻ ദാറ്റ്, ഓർ എനിക്ക് അതിലൊരു ബാലൻസ് ചെയ്യണം എന്നുള്ളത്. Okay, so that is, as I said, human motives are created when there is a physiological or psychological imbalance, and motives are derived that will encourage people for an action and learning. ഈ മോട്ടീവ്സ് എന്ന് പറയുന്നത് that will help us to ആരെയാണെങ്കിലും it will help the people to encourage for that particular action or learning. സോ ഇതിനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ മോട്ടീവ് എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ മോട്ടീവ് നിങ്ങൾ ഇത്ര അറിഞ്ഞിരുന്നാൽ മതി, ഇറ്റ് ഈസ് വെരി സ്പെസിഫിക് ബിഹേവിയർ ആൻഡ് ഒരു മോട്ടീവ് ഉണ്ടാവും, ഒരു ഡിറൈവ്ഡ് എ വെരി ബേസിക് നീഡ്, നമുക്കത് പഠിച്ചെടുക്കേണ്ട ഒരു നീഡ് ഉണ്ടാവും. ഓക്കെ, ദാറ്റ് ഈസ് ഇൻഡിവിജ്വൽ മോട്ടീവ്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? നെക്സ്റ്റ് വൺ ഫിസിയോളജിക്കൽ ഫാക്ടർ ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഫിസിയോളജിക്കൽ ഫാക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് ഒരു പേഴ്സന്റെ ഫിസിക്കൽ ഹെൽത്ത് ആവാം, ഫെറ്റീഗ് ആവാം, അല്ലെങ്കിൽ ടൈം ഓഫ് ലേണിംഗ്, ഫുഡ് ഓർ ഡ്രിങ്ക്, പിന്നെ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് ആവാം, പിന്നെ ഏജ് ആവാം. ഇതെല്ലാം ഫിസിയോളജിക്കൽ ഫാക്ടർ ആണ്. ഓക്കെ, അപ്പൊ എനിക്ക് ഡാൻസ് പഠിക്കണം, ഡാൻസ് എത്ര ആക്യുറേറ്റ് ആയിട്ട് എനിക്ക് പഠിക്കാൻ പറ്റുമെന്നുള്ളത് ഇറ്റ് വിൽ ഡിപ്പെൻഡ് അപ്പോൺ മൈ ഏജ്, മൈ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത്, പിന്നെ ഞാൻ എന്തോരം ടയേർഡ് ആണ്. ഇപ്പൊ ഞാൻ വൈകുന്നേരം എൻ്റെ വർക്ക് കഴിഞ്ഞിട്ടാണ് ഞാൻ പഠിക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ഐ ബി വെരി ടയേർഡ്, എനിക്കത് അത്ര കംപ്ലീറ്റ്നെസ് ഉണ്ടാവില്ല അത് പഠിക്കുമ്പോൾ. ആൻഡ് ലേണിംഗ് ഇസ് ഓൾസോ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ മെന്റൽ എബിലിറ്റി. വൈ ഇഫ് എന്റെ മോട്ടീവ് അല്ലെങ്കിൽ എന്റെ ഇൻട്രസ്റ്റ് എന്റെ ഫെറ്റീക്കിനേക്കാളും മുകളിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ I will be more interested or motivated to learn that particular dance ആണോ അല്ലെങ്കിൽ PPT ഉണ്ടാക്കാനുള്ള എൻ്റെ നീഡ് ആണോ. ഓക്കെ, ആ നീഡ് ആ ഒരു എൻ്റെ മെന്റൽ എബിലിറ്റി അല്ലെങ്കിൽ എൻ്റെ ഇൻട്രസ്റ്റ് ആൻഡ് മോട്ടീവ് അതുക്കും മേലെ, എൻ്റെ ഫെറ്റീക്കിനും മേലെ ആണോ ഉള്ളതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഐ എം ഗോയിങ് ടു ലേൺ. ഓക്കെ, ബിക്കോസ് മൈ മോട്ടീവ് ഓവർ ദെയർ ഇസ് somehow I have to learn what I needed. ഓക്കെ, സോ അതിന് ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. So mental ability is important over here. At the same time, your motivation, your interest, physical health, your fatigue, your time of learning. Okay, എനിക്ക് ഡാൻസ് എന്ന് പറയുന്നത് ഞാൻ പഠിക്കാത്തൊരു കാര്യമാണെങ്കിൽ അതെനിക്ക് ഒരു 1 or 2 days കൊണ്ട് ചിലപ്പോൾ പഠിച്ചെടുക്കാൻ പറ്റണമെന്നില്ല. ബട്ട് ഇഫ് ഐ ഹാവ് ഡാൻസ്ഡ് ബിഫോർ, എനിക്ക് ഓൾറെഡി ഞാൻ ഡാൻസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് അതിന്റെ ബേസിക്സ് അറിയാമെന്നുണ്ടെങ്കിൽ മേ ബി 2-3 daysനുള്ളിൽ എനിക്ക് വേണ്ട എന്ത് ഡാൻസ് സ്കില്ലാണോ ചിലപ്പോൾ അത് അക്വയർ ചെയ്യാൻ പറ്റിയിരിക്കാം. ഓക്കെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം, the individual who is suffering from a bad health, they cannot think of learning new things. അപ്പൊ ഞാൻ ഭയങ്കര ടയർഡാണ്, അല്ലെങ്കിൽ എന്റെ ഹെൽത്ത് ഭയങ്കര മോശമാണ്, അപ്പൊ എനിക്ക് പുതിയതായിട്ടൊരു കാര്യം പഠിക്കണം എന്നുണ്ടെങ്കിൽ ഒത്തിരി ഒബ്സ്റ്റക്കിൾസ് ഞാൻ നേരിടുകയാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ physiological factors. And the next factor is social factor. Social factor എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൊസൈറ്റി അല്ലെങ്കിൽ സോഷ്യോ കൾച്ചർ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് എൻകറേജ് ചെയ്യുവാണെങ്കിൽ വി ലേൺ ദാറ്റ്. ഡിസ്കറേജ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ആ ലേണിംഗ് നമ്മൾ പഠിച്ചെടുത്ത എന്താണോ സൊസൈറ്റി നമ്മളത് ഡിസ്കറേജ് ചെയ്യാണ് പഠിക്കാന്നുണ്ടെങ്കിൽ വിൽ അൺലേൺ ഇറ്റ്. ഓക്കെ, അതിന് എക്സാമ്പിൾ ഫോളോയിങ് ദ ട്രാഫിക് റൂൾസ്. ഓക്കെ, നമ്മൾക്ക് ഇപ്പൊ അറിയാം കുറേ സ്ഥലത്ത് AI ക്യാമറാസ് വന്നിട്ടുണ്ട്. അപ്പോൾ മുമ്പൊന്നും നമ്മൾ സ്പീഡിനെ പറ്റി അത്ര കൺസേൺഡ് അല്ലായിരുന്നു. നൗ ബിക്കോസ് AI ക്യാമറ വന്നു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്, സ്പീഡ് വേഗം അവർ ക്യാച്ച് ചെയ്യുന്നുണ്ട്. വിത്ത് എവിഡൻസ് ദേ ആർ സെൻഡിങ് ടു അസ്.
നമുക്ക് വേറെ നിവൃത്തിയില്ല ഫൈൻ അടയ്ക്കാതെ. അപ്പൊ നമ്മൾ ആ സ്പീഡിൽ പോവാം അല്ലെങ്കിൽ ആ റൂള് ബ്രേക്ക് ചെയ്യാന്നുള്ളതിനെ നമ്മൾ അൺലേൺ ചെയ്തിട്ട് റൂള് ഫോളോ ചെയ്ത് തന്നെ പോകണം. കറക്റ്റ് സ്പീഡിൽ തന്നെ പോകണം എന്നുള്ളത് സൊസൈറ്റിയുടെ ഡിമാൻഡ് കൊണ്ട് വി ആർ ലേണിംഗ് ഇറ്റ്. യെസ്, സോ ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് എ പണിഷ്മെന്റ് വി ആർ ഗെറ്റിംഗ് ഓവർ ദയർ. അതേസമയം റിവാർഡിംഗ് ആണെങ്കിലോ, ഇപ്പൊ നമ്മൾ കറക്റ്റ് സ്പീഡ് ഓടിച്ചു പോവുകയാണെങ്കിൽ ഈ ഫൈൻ വരുന്നതിന്റെ ഫ്രീക്വൻസി നമ്മൾ കുറഞ്ഞതായിട്ട് കണ്ടു. ഇറ്റ്സ് ദാറ്റ് ഈസ് സംതിങ് എന്താ പറയാ, റിവാർഡിംഗ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ നമ്മൾ ആ റൂൾസ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നില്ല എന്നുള്ളത് ഒരു ഫാക്ടർ നമുക്ക് മുൻനിർത്താം. ഓക്കെ, ഓൾ ദീസ് ആർ സോഷ്യൽ ഫാക്ടേഴ്സ്. സോഷ്യൽ ഫാക്ടേഴ്സിൽ കോമ്പറ്റീഷൻ വരാം, സജഷൻസ് വരാം, കോപ്പറേഷൻ വരാം, പണിഷ്മെന്റ് വരാം, സോഷ്യൽ നീഡ്സ്, റിവാർഡ്സ്, ഇതെല്ലാം സോഷ്യൽ ഫാക്ടറിൽ വരുന്ന ഒരു കമ്പോണന്റ് ആണ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് എൻവയോൺമെന്റൽ ഫാക്ടർ. എൻവയോൺമെന്റൽ ഫാക്ടറിൽ വരുന്നതാണ് നാച്ചുറൽ ഫാക്ടേഴ്സ് ദാറ്റ് ഇസ് എഫക്റ്റിംഗ് ലേണിംഗ്. അതായത് ലൈറ്റ്, നോയിസ്, കോൾഡ്, ടെമ്പറേച്ചർ, പിന്നെ ഓക്കെ, ഓൾ ദീസ് ആർ ദ എൻവയോൺമെന്റ് ഫാക്ടേഴ്സ്. അപ്പൊ ഇത് നമുക്ക് എങ്ങനെയാണ് ലേണിങ്ങിനെ എഫക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വെൻ ദർ ഇസ് ടു മച്ച് ഓഫ് നോയ്സ് സം പീപ്പിൾ കനോട്ട് ലേൺ. ചിലവർ ഹെഡ്ഫോൺ വെച്ചിട്ട് പഠിക്കുന്നത് കാണും. ചില ആളുകൾക്ക് അതൊരു കുഴപ്പമില്ല. ഓക്കെ, ഔട്ട്സൈഡ് നോയ്സ് ഉണ്ടെങ്കിൽ ദേ കീപ് ദ മ്യൂസിക് ഓൺ ആൻഡ് ദേ ട്രൈ ടു ലേൺ. ഓക്കെ, പിന്നെ ഉള്ളത് ഇപ്പോ അതൊരു പാറ്റേൺ ആയി കഴിഞ്ഞാൽ അവർക്കൊരു കുഴപ്പമുണ്ടാവില്ല. ഇപ്പൊ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് അല്ലെങ്കിൽ റെയിൽവേ പോയിരിക്കുന്നതിന്റെ അടുത്ത് വീടുള്ളവരൊക്കെ ആണെങ്കിൽ അവർക്ക് ആ നോയ്സ് ദേ ആർ യൂസ് ടു ഇറ്റ്, ദേ ഡോണ്ട് ഹാവ് എനി ഇഷ്യൂസ്. പക്ഷെ അവിടെ പുതിയതായിട്ട് ഒരാൾ അല്ലെങ്കിൽ ഏതെങ്കിലും കസിൻസോ ഫ്രണ്ട്സോ ഒക്കെ നിൽക്കാൻ വരുവാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് അവിടെ ഉറങ്ങാൻ പറ്റിയെന്ന് വരില്ല ബിക്കോസ് ഓഫ് ദിസ് നോയ്സ്. ദാറ്റ് ഈസ് ആൻ എൻവയോൺമെന്റൽ that noise is an environmental factor for them. ഓക്കെ, അങ്ങനെ ഒരു ഫാക്ടർ ഇപ്പോൾ എക്സാമിന്റെ സമയത്തൊക്കെയാണ് അവിടെ പോയി നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു നോയ്സ് കൂടി അവർക്ക് പഠിക്കാൻ പറ്റില്ല. പിന്നെ എക്സ്ട്രീം കോൾഡ്, എക്സ്ട്രീം ഹോട്ട്, അങ്ങനെ ഒരു വെതർ കണ്ടീഷനിലും പഠിക്കാൻ പറ്റണമെന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഈ എൻവയോൺമെന്റ് ഫാക്ടറും വർക്കിംഗ് കണ്ടീഷനും ആയിട്ട് വളരെ, ഓർഗനൈസേഷൻ സെറ്റപ്പും ആയിട്ട് വളരെ ബന്ധമുണ്ട്. ബിക്കോസ് നമ്മളൊരു ഓർഗനൈസേഷൻ, ഇപ്പൊ IT ഫേം, ഫോർ എക്സാമ്പിൾ IT ഫേം നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ IT ഫേമിൽ when you see they will have a proper chair, ബാക്ക് റെസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള നല്ല ചെയർസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. അവരെ എൻവയോൺമെന്റ് കുറച്ചുകൂടി ക്യാബിൻ തിരിച്ചതായിരിക്കാം. അവർക്കൊരു പേഴ്സണൽ ക്യാബിൻ ഉണ്ടാവും, ഒരു കബേർഡ് ഉണ്ടാവും ടു കീപ് ദെയർ തിങ്സ്. ഓക്കെ, അതൊക്കെ അവരുടെ ഒരു എൻവയോൺമെന്റൽ, അവർക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു പ്രോപ്പർ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. ആൻഡ് ദ നെക്സ്റ്റ്, so I think we have almost covered everything now. Yes. So, പിന്നെ നമ്മൾ പറഞ്ഞ വേറൊരു കാര്യമാണ് നേച്ചർ ഓഫ് ലേണിംഗ് മെറ്റീരിയൽസ്. അതും ഒരു ലേണിംഗ് ഫാക്ടർ ആയിട്ട് വരാറുണ്ട്. ദാറ്റ് ഈസ് നത്തിങ്, നമ്മൾ ഈ ചൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്കിപ്പോ ഫോർ എക്സാമ്പിൾ ലേണിംഗ് മെറ്റീരിയൽ ആയിട്ട് ഇപ്പോൾ ഒരു വർക്ക് എൻവയോൺമെന്റ് ആണ്, ദേ നീഡ് എ പ്രോപ്പർ ലാപ്ടോപ്പ്, ഓക്കെ, പ്രോപ്പർ ചെയർ ഫോർ എക്സാമ്പിൾ. അതുപോലെ നമുക്ക് ഒരു കുട്ടി പഠിക്കാനിരിക്കുകയാണെങ്കിൽ, എൻട്രൻസ് എക്സാമിന് പഠിക്കാനിരിക്കുകയാണെങ്കിൽ വേണ്ട മെറ്റീരിയൽസ്, അപ്രോപ്രിയേറ്റ് മെറ്റീരിയൽസ്, എവറിത്തിങ് ദേ നീഡ്. ഓക്കെ, അതാണ് വരുന്നത്. അതൊരു എക്സ്ട്രാ ഫാക്ടർ ആയിട്ട് ഇട്ടതെന്നുള്ളൂ ഞാൻ. ബാക്കിയുള്ള 4 ഫാക്ടേഴ്സ് ആണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ കണ്ടുവരിക. ഓക്കെ, ഐ തിങ്ക് സോ ഫാർ ഇറ്റ് ഇസ് ക്ലിയർ. യെസ്, Okay. സോ എല്ലാവർക്കും സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. So as I said, learning is a permanent change in behavior due to the experience of training or practices. So that will bring some kind നമ്മൾ പഠിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് അത് എത്ര നാൾ നമ്മളുടെ ഉള്ളിൽ നിൽക്കുമെന്നാണ് പഠിച്ച കാര്യങ്ങൾ. ഓക്കെ, സോ ഇതിനെ ബേസ് ചെയ്ത കുറച്ച് തിയറീസ് ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ 3 തിയറീസ് ആണ് മെയിൻ ആയിട്ട് പഠിക്കുന്നത്: ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഓപ്പറന്റ് കണ്ടീഷനിങ് ആൻഡ് സോഷ്യൽ ലേണിംഗ്. സോ ലെറ്റ്സ് മൂവ് ടു ക്ലാസിക്കൽ കണ്ടീഷനിങ്, the first one. Okay,
സോ ഇതൊരു ചെറിയ ലേണിംഗ് തിയറീസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഈ ജസ്റ്റാൾ ഫീൽഡ് ഒന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. ബട്ട് ഐ ജസ്റ്റ് ടെൽ there is connectionist തിയറിയും കോഗ്നിറ്റീവ് തിയറീസും ഉണ്ട്. കണക്ഷനിസ്റ്റ് തിയറിയിൽ വരുന്ന ബിഹേവിയറിസ്റ്റ് കോൺസെപ്റ്റിൽ വരുന്നതാണ് ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഓപ്പറന്റ് കണ്ടീഷനിങ്, ട്രയൽ ആൻഡ് എററും. ട്രയൽ ആൻഡ് എററും നിങ്ങളുടെ തിയറി, നിങ്ങളുടെ ഇപ്പൊ ഞാൻ എടുക്കുന്ന മൊഡ്യൂളിൽ ഇല്ലാത്തതാണ്. സോ നമ്മൾ പറയുക ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും ഈ ഓപ്പറന്റ് കണ്ടീഷനിങ്ങും മാത്രമാണ്. ഓക്കെ, and there is something called field learning and learn by discovering and all these നിങ്ങളുടെ മൊഡ്യൂളിൽ ഇല്ലാത്തതാണ്. ഓക്കെ, so let's start with classical conditioning. Classical conditioning is a behaviorist view ആണ്. Behaviorism എന്ന് പറയുന്നതാണ് എന്താണ്? It is considered as no, all behavior are obtained through conditioning and environment influence in shaping our actions. That is like കണ്ടീഷൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മലയാളത്തിൽ പറയുന്നത്? What is it called? Conditioning. പരുവപ്പെടുത്തിയെടുക്കുക എന്നാണ് കണ്ടീഷനിങ്ങിന്റെ മലയാളം വാക്ക്. ഓക്കെ, സോ നമ്മൾ ഒരു പുതിയ ബിഹേവിയറിനെ, പുതിയൊരു ബിഹേവിയർ നമ്മൾ പരുവപ്പെടുത്തി എടുക്കുന്നതിനെയാണ്, ആ പരുവപ്പെടുത്തി എടുക്കുന്നതിന്റെ ഒരു പ്രോസസ്സാണ് നമ്മൾ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ക്ലാസിക്കൽ ലേണിംഗ് അല്ലെങ്കിൽ ക്ലാസിക്കൽ മ്യൂസിക് അല്ലെങ്കിൽ ക്ലാസിക്കൽ ഡാൻസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. വാട്ട് ഇസ് ദിസ് ക്ലാസിക്കൽ? നമ്മളുടെ ആ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ക്ലാസിക്കായി നിൽക്കുന്ന ഒരു കോൺസെപ്റ്റ് എല്ലാ ഏരിയകളിലും ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത, അല്ലെങ്കിൽ ഇപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ, ഇപ്പോഴും റെലവെന്റ് ആയി നിൽക്കുന്ന ഒന്നിനെയാണ് നമ്മൾ ക്ലാസിക്കൽ എന്നുകൊണ്ടുള്ളത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി ഈസ് ബീങ് പ്രൊപ്പോസ്ഡ് ബൈ എ റഷ്യൻ ഫിസിയോളജിസ്റ്റ്. ഹിസ് നെയിം ഇസ് ഇവാൻ പാവ്ലോ. ദിസ് ഇസ് ഹിസ് ഫുൾ നെയിം. ഓക്കെ, ഇവാൻ പാവ്ലോ എന്നാണ് ആളുടെ പേര്. നമ്മൾ ഒരു ബിഹേവിയറിനെ മോഡിഫൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഐ എം ഗോയിങ് ടു ടെൽ യു ആ സ്റ്റോറി ഓർ എ കോൺസെപ്റ്റ് ഞാൻ പറയാൻ പോവാണ്. ഇവാൻ പാവ്ലോയുടെ ഡോഗ്. ഓക്കെ, നമുക്കിത് പറഞ്ഞിട്ട് തുടങ്ങാം. ഓക്കെ, സോ ദർ ഇസ് എ ഡോഗ്. ഓക്കെ, ഇവാൻ പാവ്ലോ ഒരു എക്സ്പെരിമെന്റ് ചെയ്തു. ഓക്കെ, ഇതാണ് എക്സ്പെരിമെന്റ്. ഇവാൻ പാവ്ലോ ആദ്യം ഒരു ഡോഗിന് നമ്മൾ സാധാരണയായിട്ട് ഒരു മീറ്റോ അല്ലെങ്കിൽ ഫിഷോ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വായിൽ സലൈവേറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ ആൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സലൈവേറ്റ് ചെയ്യുന്നതിന്റെ എമൗണ്ട് മെഷർ ചെയ്തു. ഓക്കെ, അത് മെഷർ ചെയ്യാനുള്ള ഒരു സംവിധാനമൊക്കെ ആൾ ഉണ്ടാക്കി മെഷർ ചെയ്തു. അപ്പൊ ആദ്യം ഒരു ഫുഡ് കാണിച്ചു, മീറ്റോ ഫിഷോ എന്തെങ്കിലും ഒരു ഫുഡ് കാണിച്ചപ്പോൾ ആള് മെഷർ ചെയ്തു എന്തോരം എമൗണ്ട് ഓഫ് സലൈവേഷൻ ഇസ് ഹാപ്പനിങ് ഓവർ ദെയർ എന്നുള്ളത് ഈ സെറ്റ്. ഓക്കെ, എന്നിട്ട് ആൾ എന്ത് ചെയ്തു? അതിൻ്റെ ഇടയിലേക്ക് ഒരു ബെല്ലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് ഫുഡ് കൊടുക്കുന്നതിന് മുമ്പ് ആള് ബെല്ലടിച്ചു, എന്നിട്ട് ഫുഡ് കൊടുത്തു. ഓക്കെ, ബെല്ലടിക്കുക, ഫുഡ് കൊടുക്കുക. അങ്ങനെ ഒരു 7 ദിവസം പാവ്ലോ ചെയ്തു. പാവ്ലോ ബെല്ലടിച്ചു, ഫുഡ് കൊടുത്തു, ബെല്ലടിച്ചു, ഫുഡ് കൊടുത്തു. ഓക്കെ, ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു 7 ദിവസം ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും then 8ാമത്തെ ദിവസമായപ്പോൾ he noticed that ബെല്ലടിക്കുമ്പോഴേ the dog is salivating. Okay, so before introducing a bell, okay, what has happened? ഫുഡ് കാണിച്ചപ്പോൾ തന്നെ സലൈവേറ്റ് ചെയ്തു. ഒരു ബെല്ല് നമ്മൾ ഡ്യൂറിങ് കണ്ടീഷനിങ് അവിടെ ഒരു അസോസിയേഷൻ ആണ് സംഭവിക്കുന്നത്. ബെല്ലും ഫുഡും തമ്മിലുള്ള ഒരു അസോസിയേഷൻ സംഭവിക്കുകയാണ്. പിന്നീട് ബെല്ലടിച്ചപ്പോഴേ ഡോഗ് സലൈവേറ്റ് ചെയ്യാൻ തുടങ്ങി. വെൻ ഹി മെഷേർഡ് ദാറ്റ് സലൈവയുടെ ക്വാണ്ടിറ്റി ഇറ്റ് ഈസ് സെയിം ആസ് ഇനീഷ്യലിൽ നമ്മൾ ഒരു അൺകണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു ടൈമിൽ കൊടുത്ത അതേ എമൗണ്ട് ഓഫ് സലൈവയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, ഈ ഒരു കോൺസെപ്റ്റിനെയാണ്, ഈ ഒരു എക്സ്പെരിമെന്റിനെയാണ് നമ്മൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ പഠിക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ അൺകണ്ടീഷണൽ റെസ്പോൺസ് എന്താണ്, ന്യൂട്രൽ സ്റ്റിമുലസ് എന്താണ്, ഇതിനൊക്കെ നമുക്ക് എന്താണെന്ന് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, സോ ഇവിടെ ഫുഡ് എന്ന് പറയുന്നത് അൺകണ്ടീഷൻ റെസ്പോൺസ് ആണ്. അതായത് നമ്മൾ കണ്ടീഷൻ ചെയ്തിട്ടില്ല. ഫുഡ് കാണിക്കുമ്പോൾ സലൈവേറ്റ് ചെയ്യാന്നുള്ളത് ഓൾറെഡി ബിഫോർ കണ്ടീഷൻ ചെയ്യുന്നതിന് മുന്നേ ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. നമ്മൾ അൺകണ്ടീഷൻഡ് ആയിട്ടുള്ള സ്റ്റിമുലസ് ആണ്, അൺകണ്ടീഷൻഡ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ്. ബെൽ എന്ന് പറയുന്നത് നമ്മൾ കണ്ടീഷൻ ചെയ്തെടുക്കുന്ന, പരിവപ്പെടുത്തി എടുക്കുന്ന ഒരു സ്റ്റിമുലസ് ആണ്.
ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ ബിഫോർ കണ്ടീഷനിങ് അവിടെ സലൈവേഷൻ വരുന്നില്ല ബെൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, ഉള്ളി ലിസണിങ്. കണ്ടീഷനിങ് പ്രോസസ്സിൽ അവിടെ വാട്ട് ഇസ് ഹാപ്പനിങ്, അസോസിയേറ്റ് ചെയ്ത് വരികയാണ്, ബെല്ലും ഫുഡും കൂടി അസോസിയേറ്റ് ചെയ്ത് വരികയാണ്, ബെല്ലിനെയും ഫുഡ്. അതൊരു കണ്ടീഷൻ സ്റ്റിമുലസ് നമ്മൾ അൺകണ്ടീഷൻ സ്റ്റിമുലസ് ആയിട്ട് നമ്മൾ കണ്ടീഷൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ സലൈവേഷൻ വരുന്നത് ഇറ്റ് ഇസ് എ റെസ്പോൺസ് ആണ്, ദാറ്റ് ഇസ് എ റെസ്പോൺസ്. ഓക്കെ, ആഫ്റ്റർ കണ്ടീഷനിങ് എന്തായി, ആഫ്റ്റർ കണ്ടീഷനിങ് നമ്മൾ ബെല്ലടിക്കുന്നു, കണ്ടീഷൻ റെസ്പോൺസ് ആണ്, അത് കണ്ടീഷൻ ചെയ്ത് നമ്മൾ പരിവർത്തിക്കുന്ന ഒന്നാണ്. അവിടെ നമുക്കൊരു കണ്ടീഷൻ റെസ്പോൺസ് ആണ് കിട്ടുന്നത്, ബിക്കോസ് വി ഹാവ് ഓൾറെഡി അസോസിയേറ്റഡ് ഇറ്റ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഒക്കെ തോന്നാം, ഈ കണ്ടീഷൻ റെസ്പോൺസ് അൺകണ്ടീഷൻ സ്റ്റിമുലസ് എന്നൊക്കെ പറയുന്നത്. ബട്ട് വെൻ യു ഗോ ത്രൂ ഇറ്റ് വൺസ് യു വിൽ ഗെറ്റ് എ ബെറ്റർ ഐഡിയ ഓഫ് ഇറ്റ്. വൺ തിങ് ഇസ്, ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ എക്സ്പെരിമെന്റ് ക്ലിയർ ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ ഇപ്പൊ തന്നെ ക്ലിയർ ആക്കി പോവുക, അതല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്. ഓക്കെ, ഇനി ഇതിനെ നമ്മൾക്ക് ഈ ഡോഗിന്റെ എക്സ്പെരിമെന്റിന് വേറെ പേരുകളുണ്ട്. കണ്ടീഷൻ റെസ്പോൺസ് തിയറി എന്നുണ്ട് ഒരു പേരുണ്ട്, റെസ്പോണ്ടന്റ് കണ്ടീഷനിങ് എന്ന് പറയാറുണ്ട്, നമ്മൾ പാവ്ലോവിയൻ കണ്ടീഷനിങ് എന്ന് പറയാറുണ്ട്. ഇതെല്ലാം ഈ തിയറിയുടെ തന്നെ വേറെ വേറെ പേരുകളാണ്. ഓക്കെ, സോ ദിസ് ഈസ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ സ്റ്റിമുലൈ ആയിട്ടുള്ള ഒരു ബെല്ലിനെ നാച്ചുറൽ സ്റ്റിമുലൈ ആയിട്ടുള്ള സലൈവ ആയിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ആർട്ടിഫിഷ്യൽ സ്റ്റിമുലൈസ് ബെല്ലാണ് ഇവിടെ, ആൻഡ് നാച്ചുറൽ സ്റ്റിമുലസ് എന്ന് പറയുന്നത് സലൈവേറ്റ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇത് നമ്മളൊരു റിയൽ ലൈഫ് ഇൻസിഡന്റിൽ നമ്മൾ നോക്കുമ്പോൾ യെസ്, ഫോർ ടീച്ചിങ് വി യൂസ് ദിസ് ക്ലാസിക്കൽ കണ്ടീഷനിങ് കോൺസെപ്റ്റ്. ഓക്കെ, നമ്മൾ കുട്ടികളെ പഠനത്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് കാണുന്നതല്ല, നമ്മൾ അഡ്വർടൈസ്മെന്റ് കാണുമ്പോൾ നമ്മളെ കണ്ടീഷണലായിട്ടുള്ള സ്റ്റിമുലസിനെ നമ്മളെ കണ്ടീഷൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇഫ് യു ഹാവ് നോട്ടിസ്ഡ്, മുമ്പൊന്നും നമ്മൾ ആദ്യമായിട്ട് അഡ്വർടൈസ്മെന്റ്, ഫുഡിന്റെ അഡ്വർടൈസ്മെന്റ് കാണുക, അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കാണുക, അങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയിരുന്നില്ല. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഫുഡിന്റെ റീൽസ്, ഇപ്പൊ ഫുഡ് വ്ളോഗേഴ്സ് ഒക്കെ ഒത്തിരി ഇറങ്ങിയിട്ടുണ്ട്. ഇഫ് യു സീ സം ഫുഡ് ഫോർ മൾട്ടിപ്പിൾ ടൈംസ് യു വിൽ തിങ്ക് ഓക്കെ എനിക്കിത് കഴിച്ചു നോക്കണം എന്നുള്ള ഒരു ആഗ്രഹം വരും. കുറച്ച് കഴിയുമ്പോൾ എന്തായാലും നമ്മൾ ആ വഴി പോവുകയാണെങ്കിൽ വി ആർ ഗോയിങ് ടു eat that food, because നിങ്ങൾ അറിയാതെ തന്നെ ഒരു കണ്ടീഷൻ സ്റ്റിമുലസിനെ നിങ്ങളുടെ ഒരു റെസ്പോൺസ്, നാച്ചുറൽ റെസ്പോൺസ് ആയിട്ട് നിങ്ങളെ കണക്ട് ചെയ്യിക്കുകയാണ് അവർ ചെയ്യുന്നത്. ഓക്കെ, this can be if you have a control over yourself, നമുക്ക് ഇതിനെ എന്താ പറയാ, നമുക്ക് ഇതിനെ ഓവർകം ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, പക്ഷെ നമ്മൾ കുഞ്ഞു കുട്ടികളെയൊക്കെ നമ്മൾ പഠിപ്പിച്ചെടുക്കുന്നത് ഇതുപോലെയുള്ള പല മെത്തേഡിൽ കൂടെയാണ്. നിങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചിരുന്ന പല മെത്തേഡ്സും ഇതായിട്ട് നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. യെസ്, സോ ദീസ് ആർ ദ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് ഓവർ ദെയർ. ഓക്കെ, ഇതിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല, ബിക്കോസ് നമുക്ക് ഇനിയുള്ളത് ഇതിലും കൂടുതൽ പറയാനും പഠിക്കാനും അതുകൊണ്ട്. ഓക്കെ, സോ ആസ് ഐ സെഡ്, ഇതിന്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ആർട്ടിഫിഷ്യൽ സ്റ്റിമുലസിനെ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആയിട്ട് കണക്ട് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, so we'll move to, ഇതിൽ ഡൗട്ട് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ we'll move to the next theory. Any doubts can be asked now. Any doubts? If it's clear also, you can tell me it's clear. Clear, ma'am. Okay, thank you. So let's move to the next one, that is theory of operant conditioning. Okay, so operant conditioning again, യെസ്, ഓപ്പറാൻഡ് കണ്ടീഷനിങ്ങിൽ നമുക്കൊരു കഥ പറയാനുണ്ട്, അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെന്റ് പറയാനുണ്ട്. ഞാൻ എക്സ്പെരിമെന്റ് പറഞ്ഞിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ ഓപ്പറാൻഡ് കണ്ടീഷനിങ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് BF സ്കിന്നർ ആണ്. സ്കിന്നറിന്റെ ഈ ഒരു എക്സ്പെരിമെന്റിനെ നമ്മൾ സ്കിന്നർ എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ സ്കിന്നർ ബോക്സ് എന്നൊക്കെ പറയാറുണ്ട്, ഈ കാണുന്ന ഈ ഒരു ബോക്സിന്. ഓക്കെ, അപ്പോ ഇതെന്താ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സ്പെരിമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു യു ക്യാൻ സീ ഒരു ബോക്സ് ഓവർ ഹിയർ. ഇതിൽ നിന്ന് ഒരു ലിവർ ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് എലിയുടെ ഫുഡാണുള്ളത്. ഓക്കെ, ചെറിയ ചെറിയ സ്മോൾ ബോൾസ് അല്ലെങ്കിൽ പാലറ്റ് പോലെയുള്ള കുറച്ച് ഫുഡാണുള്ളത്. അപ്പൊ നമ്മൾ വളരെ വിശപ്പുള്ള ഒരു എലിയെ നമ്മൾ ഈ ഒരു സ്കിന്നർ ബോക്സിൽ ഇട്ടു. അപ്പൊ സ്കിന്നർ ബോക്സിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ എലി അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടാൻ തുടങ്ങി.
this rat started moving around. അപ്പൊ മൂവ് ചെയ്ത് കഴിഞ്ഞപ്പോ ആളുടെ കൈയും കാലോ ഈ ലിവറിൽ ഒന്ന് തട്ടി. ഈ ലിവറിൽ തട്ടിയപ്പോ ഫുഡ് വരുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ ആദ്യം തട്ടി, പിന്നെയും തട്ടി, അങ്ങനെ 2-3 വട്ടം ട്രയൽ ആൻഡ് എറർ ഒരു ഇങ്ങനെ തട്ടി അങ്ങനെ പോയപ്പോ വാട്ട് ഹി അണ്ടർസ്റ്റുഡ് ഇസ് ഈ ലിവർ തട്ടുമ്പോഴാണ് ഇതിൽ നിന്ന് ഫുഡ് വരുന്നതെന്ന് റാറ്റിന് മനസ്സിലായി. റാറ്റ് ലേൺ ദാറ്റ് ബിഹേവിയർ. ഓക്കെ, അപ്പൊ ആദ്യം തട്ടിയതോ രണ്ടാമത് തട്ടിയതോ അറിഞ്ഞു തട്ടിയതല്ല ആള്. ഓക്കെ, ഇതിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയപ്പോ അറിയാതെ തട്ടിയതാണ്. ബട്ട് ആള് മനസ്സിലാക്കി ലിവർ തട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് വരുന്നുണ്ടെന്നുള്ളത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ തിയറി പാർട്ട് ഓഫ് ഇറ്റ്. സോ ഇതിന്റെ അകത്ത് ഒരു എലിസിറ്റഡ് റെസ്പോൺസ് ഉണ്ട്, എമിറ്റഡ് റെസ്പോൺസ് ഉണ്ട്. ഈ എലിസിറ്റഡ് റെസ്പോൺസ് എന്ന് പറയുന്നത് ദർ ആർ ഓൾവേസ് കണക്റ്റഡ് ടു സം നോൺ സ്റ്റിമുലസ്. അതായത് തട്ടിക്കഴിഞ്ഞാൽ അത് വരൂ എന്നുള്ളത്, വന്നു എന്നുള്ളത് sorry. So when there is ഒരു connected, no, there are always connected to some non-stimulus. That is like, അതായത് ലിവർ തട്ടിക്കഴിഞ്ഞ് ഫുഡ് വരൂ എന്നുള്ളത് ഒരു നോൺ സ്റ്റിമുലസ് ആയി മാറിയതാണ്. ഓക്കെ, അത് നോൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് എലിസിറ്റഡ് ആണ്. എമിറ്റഡ് എന്ന് പറയുന്നത് എങ്ങനെയോ സംഭവിച്ചതാണത്. ഓക്കെ, ദാറ്റ് ഈസ് ഹാപ്പനിങ് ഓവർ ഹിയർ. അതായത് തട്ടി എങ്ങനെയോ ഓടി നടന്നു കഴിഞ്ഞപ്പോ എങ്ങനെയോ തട്ടിയപ്പോൾ സംഭവിച്ചതാണ്. അതപ്പോ കണക്റ്റഡ് അല്ലായിരുന്നു, പിന്നീടാണ് അത് കണക്റ്റഡ് ആയത്. നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന ഏരിയ ഇനി ഈ എമിറ്റഡ് റെസ്പോൺസസ് ആണ്. So it was a hungry rat. We put it in a box that is called the Skinner box. So somehow when the rat was roaming around inside the box, no, he touched, or it happened. He stamped on that lever and the food came. Okay. So later on, through that experiment, no, whenever he is stamping that lever, the rat understood there is elicited. അങ്ങനെ സ്റ്റാമ്പ് ചെയ്താൽ ഫുഡ് വരും എന്നുള്ളതാണ് ഇവിടുത്തെ എലിസിറ്റഡ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ബട്ട് അല്ലെങ്കിൽ അത് ഒരു എമിറ്റഡ് റെസ്പോൺസ് ആയിട്ടാണ് വരുന്നത്. നൗ വി ആർ ഗോയിങ് ടു ലുക്ക് ദിസ് കോൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ റീഇൻഫോഴ്സ്മെന്റും പണിഷ്മെന്റും എന്നുള്ള കോൺസെപ്റ്റുകൾ ഇതിൽ നിന്ന് വന്നതാണ്. ഇതിനെയാണ് നമ്മൾ ഈ ഒരു എക്സ്പെരിമെന്റ് വെച്ച് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ഓക്കെ, this is very much useful also in our day-to-day lives. Okay, so there is a reinforcement, there is punishment. Okay, ഈ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റും ഉണ്ട്, പോസിറ്റീവ് പണിഷ്മെന്റും ഉണ്ട്. അതുപോലെ തന്നെ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റും ഉണ്ട്, നെഗറ്റീവ് പണിഷ്മെന്റും ഉണ്ട്. We are going to see positive reinforcement and positive punishment first. Okay, yeah, so reinforcement ല് പോസിറ്റീവ് റീഇൻഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡിങ് എ പ്ലസന്റ് സ്റ്റിമുലസ് ഉള്ളതാണ്. പ്ലസന്റ് സ്റ്റിമുലസ് എന്ന് പറയുന്നത് ഞാൻ എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഓക്കെ, ഒരു കുട്ടി പടം വരച്ചു. ഓക്കെ, ആ കുട്ടി പടം വരച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ എൻകറേജ് ചെയ്യാണ്. നമ്മൾ പറഞ്ഞു, വാവ്, നല്ല രസമുണ്ടല്ലോ പടം കാണാൻ. ഇറ്റ് ഈസ് ആൻ ആഡിങ് പ്ലസന്റ് സ്റ്റിമുലസ്. ഓക്കെ, അപ്പൊ അവിടെ ആ കുട്ടിയുടെ റെസ്പോൺസ്, ആ ബിഹേവിയർ സ്ട്രെങ്തൻ ചെയ്യാണ് ചെയ്യുന്നത്. പടം വരയ്ക്കുക എന്നുള്ള ആ ഒരു ബിഹേവിയർ സ്ട്രെങ്തൻ ചെയ്യാണ് ചെയ്യുന്നത്. Okay, that is adding a pleasant stimulus. ഇനി adding a okay, ഇനി positive punishment എന്ന് പറയുന്നത് നമ്മൾ adding an unpleasant stimulus ആണ്. അതായത് ഫോർ എക്സാമ്പിൾ, മതിലിൽ വരയ്ക്കുന്ന കുട്ടികളെ നമ്മൾ സ്കോൾഡ് ചെയ്യും, നമ്മൾ വഴക്ക് പറയും. വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, വഴക്ക് പറയാന്ന് പറയുന്നത്, സ്കോൾഡിംഗ് എന്ന് പറയുന്നത് ഒരു അൺപ്ലസന്റ് സ്റ്റിമുലസ് ആണ്. ഓക്കെ, ഒരു അൺപ്ലസന്റ് സ്റ്റിമുലസ് ആണ് ആഡിങ് അൺപ്ലസന്റ് സ്റ്റിമുലസ്, വഴക്ക് പറയാന്നുള്ളത്. അവിടെ മതിൽ വരയ്ക്കുക എന്നുള്ളതാണ് റെസ്പോൺസ്. ആ റെസ്പോൺസിനെ വീക്കൻ ചെയ്യും. വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് മനസ്സിലാവുന്ന എന്താണ്, വഴക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മതിൽ വരച്ചു കഴിഞ്ഞാൽ വഴക്ക് കിട്ടും. ആ മതിൽ വരയ്ക്കുക എന്നുള്ളതാണ് റെസ്പോൺസ്. ഓക്കെ, വഴക്ക് പറയുക എന്നുള്ളത് ഒരു അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു സ്റ്റിമുലസ് ആണ്. ദാറ്റ് ഈസ് പോസിറ്റീവ് പണിഷ്മെന്റ്. അതിന് പോസിറ്റീവ് പണിഷ്മെന്റ് എന്ന് പേര് വരാൻ കാരണം അത് ആഡിങ് അൺപ്ലസന്റ് ഇവന്റ് ആണ്. ആഡിങ് അൺപ്ലസന്റ് ഇവന്റ്, അതുകൊണ്ടാണ് അതിന് പോസിറ്റീവ് പണിഷ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ റീഇൻഫോഴ്സ്മെന്റ് എന്താണ്? ആഡിങ് എ പ്ലസന്റ് സ്റ്റിമുലസ് ആണ്. അതായത് കുട്ടി പടം വരച്ചു, നമ്മൾ പറഞ്ഞു ഭംഗിയുണ്ട്,
നല്ല രസമുണ്ടെന്ന് നമ്മൾ കോംപ്ലിമെന്റ് ചെയ്തു. അത് ആ കുട്ടിയുടെ പടം വരയ്ക്കുന്ന റെസ്പോൺസ് എന്ന് പറയുന്ന പടം വരയ്ക്കുന്നതാണ്. അതിനെ കുറച്ചും കൂടെ നമ്മൾ വി ഗിവ് പ്ലസന്റ് സ്റ്റിമുലസ്. അപ്പൊ കുട്ടി പിന്നെയും പടം വരയ്ക്കും. ഓക്കെ, ഇനി വി ആർ ഗോയിങ് ടു സീ വാട്ട് ഇസ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് നെഗറ്റീവ് പണിഷ്മെന്റ്. ഓക്കെ, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് വി ആർ റിമൂവിങ് ആൻ അൺപ്ലസന്റ് സ്റ്റിമുലസ് ആണ്. റിമൂവിങ് ആൻഡ് അൺപ്ലസന്റ് സ്റ്റിമുലസ് എന്ന് പറയുന്നത് നമുക്ക് ഇതിനെ ഇങ്ങനെ ക്രോസ് ചെയ്ത് നിങ്ങളൊന്ന് കണ്ടാൽ മതി കേട്ടോ. ഇതിനെ പഠിക്കാനായിട്ട് നിങ്ങൾ ഇപ്പോൾ ജസ്റ്റ് ഇമാജിൻ ഇവിടെ ആഡിങ് അൺപ്ലസന്റ് ആയിട്ടുള്ള സ്റ്റിമുലസ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഈ ഒരു ബോക്സ് നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പൊ ഇതിനെ നിങ്ങൾക്ക് അൺപ്ലസന്റ് സ്റ്റിമുലസ് ഉണ്ട്, ഇവിടെ അൺപ്ലസന്റ്, ഇവിടെയും റിമൂവിങ്. അവിടെ ആഡിങ് ആണെങ്കിലും നെഗറ്റീവില് വരുമ്പോൾ റിമൂവിങ് ആണ് വരുന്നത്. ഇത് പഠിക്കാനുള്ള മാർത്തിരിക്കാനുള്ള ചെറിയ ടെക്നിക്കുകൾ പറഞ്ഞു തരുന്നുള്ളൂ. ഓക്കെ, yeah, we will come back to it. So removing an unpleasant stimulus. Okay, removing an unpleasant stimulus എന്ന് പറയുന്നത് ജസ്റ്റ് തിങ്ക് നമ്മൾ വഴക്ക് പറയുന്നില്ല കുട്ടിയെ. ഓക്കെ, അതായത് മതില് വരയ്ക്കാത്ത കുട്ടീനെ നമ്മൾ വഴക്ക് പറയില്ല. കുട്ടി മതില് വരയ്ക്കുന്നില്ല, നമ്മൾ വഴക്ക് പറയുന്നില്ല. അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു സ്റ്റിമുലസിനെ നമ്മൾ എടുത്തു മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ സ്ട്രെങ്തൻ ചെയ്യും. മതില് വരയ്ക്കില്ല കുട്ടിക്ക് ഓർമ്മയുണ്ട് ഇതിനു മുമ്പ് പണിഷ്മെന്റ് കിട്ടിയത്, പോസിറ്റീവ് പണിഷ്മെന്റ് നമ്മൾ കൊടുത്തത്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ കുട്ടി മതിൽ വരച്ചില്ലെങ്കിൽ അതിന് എന്താണ്, കുട്ടിയുടെ ആ ഒരു ബിഹേവിയറിനെ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ വഴക്ക് പറയുന്നില്ല, കുട്ടി മതിൽ വരയ്ക്കുന്നില്ല. ഇനി അല്ല, ഇതിനെ നമുക്ക് ട്രാഫിക് റൂൾ റെഗുലേഷൻ ആയിട്ടും വി ക്യാൻ അസോസിയേറ്റ് ദിസ് നെഗറ്റീവ് റിമൂവിങ് ആൻഡ് അൺപ്ലസന്റ് സ്റ്റിമുലസ്. അതായത് നമ്മൾ റോഡ് സ്പീഡ് ലിമിറ്റ് നമ്മൾ പ്രോപ്പർ ആയിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഫൈൻ വരുന്നില്ല. ഓക്കെ, ഫൈൻ അവിടെ അത് ഭയങ്കര അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. എന്നെ സംബന്ധിച്ച് ഫൈൻ വരിക എന്ന് പറയുന്നത്. ഞാൻ ഫൈൻ വരാതിരിക്കാൻ വേണ്ടി വാട്ട് ഐ വിൽ ഡു, ഞാൻ കറക്റ്റ് ആയിട്ട് ആ പ്രോപ്പർ ആയിട്ട് വാട്ട് ഇസ് ഇറ്റ് സ്പീഡ് ലിമിറ്റ് പ്രോപ്പർ ആയിട്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യും. ദാറ്റ് വിൽ സ്ട്രെങ്തൻ ദ റെസ്പോൺസ്. ആ റെസ്പോൺസ് എന്ന് പറയുന്നത് ഞാൻ ആ സ്പീഡ് ലിമിറ്റ് പ്രോപ്പർ ആയിട്ട് വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ എനിക്ക് അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു സംഭവം അതായത് ഫൈൻ ഇവിടെ വരുന്നില്ല. നെക്സ്റ്റ്, റിമൂവിങ് എ പ്ലസന്റ് റെസ്പോൺസ്. റിമൂവിങ് എ പ്ലസന്റ് ആയിട്ടുള്ള ഒരു സംഭവം നമ്മൾ റിമൂവ് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ, ഹോംവർക്ക് ചെയ്യാത്ത കുട്ടിക്ക് ക്ലാസ്സിൽ വരുന്ന കുട്ടിക്ക് PT പീരീഡ് നമ്മൾ കളിക്കാൻ അനുവദിക്കുന്നില്ല കുട്ടിയെ. ബിക്കോസ് യു ഹാവൻ ഡൺ ദ ഹോംവർക്ക്, സോ യു വിൽ നോട്ട് ഗെറ്റ് പ്ലേ ടൈം. റിമൂവിങ് ആ കുട്ടിയെ സംബന്ധിച്ച് അത് പ്ലസന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഹോംവർക്ക് ചെയ്യാണ്ട് വരിക എന്നുള്ള ആ ഒരു റെസ്പോൺസിനെ വീക്കൻ ചെയ്യും. I hope it is clear. Okay, so any doubts you can ask. ഇതാണ് ഇവിടുത്തെ കോൺസെപ്റ്റുകൾ. അപ്പൊ ഇത് നമുക്ക് വീട്ടിൽ നമ്മുടെ കുട്ടികളുടെ അടുത്തോ അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന നമ്മൾ സ്റ്റുഡൻറ്, ഇഫ് യു ആർ ടീച്ചേഴ്സ്, നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ഏത് വർക്ക് എൻവയോൺമെന്റിലാണെങ്കിലും ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഈ സംഭവങ്ങൾ എല്ലാം positive reinforcement, positive punishment, negative reinforcement, all these, any work environment you can inculcate this. Okay, ഇത് scientifically proven ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, നമ്മൾ ഇങ്ങനെയുള്ള ആഡിങ് പ്ലസന്റ് സ്റ്റിമുലസ് ഇത് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ചെയ്യാം. ബട്ട് യു ഹാവ് ടു ബി ഫ്രൂട്ട്ഫുൾ ടു വാട്ട് യു ആർ ഡൂയിങ്. ഓക്കെ, നമ്മൾ ജങ്ക് ഫുഡ് ഒത്തിരി കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ, ഓക്കെ, ഞാൻ ഇന്ന് ഇപ്പൊ ജങ്ക് ഫുഡ് മൊത്തമായിട്ട് അവോയ്ഡ് ചെയ്യുകയല്ല, ഞാൻ ഒരു ദിവസം മൊത്തം അവോയ്ഡ് ചെയ്താൽ നെക്സ്റ്റ് ഡേ ഐ റീഇൻഫോഴ്സ് മീ വിത്ത് സംതിങ് പ്ലസന്റ്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് തന്നെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഈ 4 കോളത്തിൽ ഒരു എക്സാമ്പിൾ ഫില്ല് ചെയ്താൽ നിങ്ങൾ അത് പഠിച്ചു. ഓക്കെ, നിങ്ങളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് വെച്ചിട്ട് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ദെൻ യു വിൽ ഗെറ്റ് എ ബെറ്റർ ഐഡിയ ഓഫ് ഇറ്റ്. കൂടുതൽ എക്സാമ്പിൾസ് വരുമ്പോഴാണ് നമുക്ക് ഇതിന് മോർ ക്ലാരിറ്റി വരിക. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഓക്കെ, സോ ഇതിന് യെസ്, ഒന്നും കൂടി പറഞ്ഞല്ലോ അത്. യെസ്, ഈ ഒരു ബോക്സ് ആണോ പറയേണ്ടത്? ആ ബോക്സ്. യെസ്, ഓക്കെ. സോ ആസ് ഐ സെഡ്, നമ്മൾ ഇവിടെ ഒരു ബിഹേവിയറിനെ സ്ട്രെങ്തൻ ചെയ്യുകയും വീക്കൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഡിപ്പെൻഡിങ് അപ്പോൺ ദി സ്റ്റിമുലസ് പ്രൊവൈഡർ. ഓക്കെ, ഒരു നമ്മുടെ റെസ്പോൺസിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ആ റെസ്പോൺസിനെ ഫോക്കസ് ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ് റീഇൻഫോഴ്സ്മെന്റ്, പണിഷ്മെന്റ് ആണ്. ഓക്കെ, സ്കിന്നർ ഈ ബോക്സിലൂടെ നമ്മളോട് കൺവേ ചെയ്യാൻ ശ്രമിച്ചതും ലിവർ പ്രസ് ചെയ്യുമ്പോൾ
ഫുഡ് കിട്ടുന്നുണ്ട് എന്നുള്ളത് വാട്ട് ഓവർ ഹിയർ അതൊരു എന്താണ് ഒരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. ലിവർ പ്രസ് ചെയ്തു, ഫുഡ് കിട്ടി. ഫുഡ് കിട്ടുക എന്നുള്ളത് റെസ്പോൺസ് ആണല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ ദർ ഇസ് എ റീഇൻഫോഴ്സ്മെന്റും ഉണ്ട്, പണിഷ്മെന്റും ഉണ്ട്, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റും ഉണ്ട്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റും ഉണ്ട്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് ആഡിങ് എ പ്ലസന്റ് സ്റ്റിമുലൈ വിച്ച് വിൽ സ്ട്രെങ്തൻ ദ റെസ്പോൺസ്. അതായത് ലിവർ പ്രസ് ചെയ്തപ്പോൾ ഫുഡ് കിട്ടി എന്നുള്ളത് പ്ലസന്റ് ആയിട്ടുള്ള അതൊരു അതിനൊരു നമുക്ക് പ്ലസന്റ് സ്റ്റിമുലസ് എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് അത് പ്ലസന്റ് സ്റ്റിമുലസ് ആയത് ഇറ്റ് ഹാസ് ബീൻ അസോസിയേറ്റഡ്, അങ്ങനെയാണ്. അല്ലാതെ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഹൗ വി വിൽ ടെൽ ആഡിങ് എ പ്ലസന്റ് സ്റ്റിമുലസ്. ഞാൻ നേരത്തെ പറഞ്ഞതല്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ഓക്കെ, നിങ്ങളൊക്കെ വർക്കിംഗ് വുമൻസ് ആയിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ ഒത്തിരി വർക്ക് ചെയ്യുന്നവരൊക്കെ ആയിരിക്കും. കുട്ടികൾ നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്തു തരുവാണ്, അല്ലെങ്കിൽ ജോലി വിട്ട് വരുമ്പോൾ ഉമ്മ വീട്ടിൽ വരുമ്പോൾ വീട്ടിൽ കുട്ടി തുണിയൊക്കെ മടക്കി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും. തുണിയൊക്കെ മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയും, ഓ എനിക്ക് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു നീ അത് ചെയ്തു തന്നത്, ഐ എം വെരി ഹാപ്പി. നിങ്ങൾ അങ്ങനെ ഒരു റീഇൻഫോഴ്സ്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ ആ ഒരു ബിഹേവിയർ സ്ട്രെങ്തൻ ചെയ്യും. ഓക്കെ, ആഡിങ് എ പ്ലസന്റ് സ്റ്റിമുലസ്. ഈ പ്ലസന്റ് സ്റ്റിമുലസ് എന്ന് പറയുന്നത് നിങ്ങൾ കൊടുക്കുന്ന, ചിലപ്പോൾ നിങ്ങൾ അതുകൊണ്ട് ആ കുട്ടിക്ക് ഒരു മിഠായി കൊടുക്കുന്നതായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ വാക്കുകളായിരിക്കും, ദാറ്റ് പ്ലസന്റ് വേർഡ്സ്. ഓക്കെ, ദാറ്റ് ഹാപ്പി വേർഡ്സ് കുട്ടിയെ എൻകറേജ് ചെയ്തതായിരിക്കാം. അതാണ് ഇവിടുത്തെ ആഡിങ് പ്ലസന്റ് സ്റ്റിമുലസ് എന്ന് പറയുന്നത്, വിച്ച് തുണി മടക്കി വെക്കുക എന്നുള്ളത് ഇവിടുത്തെ സ്ട്രെങ്തൻ റെസ്പോൺസ് ആണ്. ഓക്കെ, ആഡിങ് ആൻ അൺപ്ലസന്റ് സ്റ്റിമുലസ് ടു വീക്കൻ എ ബിഹേവിയർ. ഓക്കെ, നിങ്ങൾ അതേ സംഭവം തന്നെ ഞാൻ ഇവിടെ എടുക്കുകയാണ്, അതേ എക്സ്പെരിമെന്റ് തന്നെ ഞാൻ ഇവിടെ എടുക്കുകയാണെന്ന് വിചാരിക്കും. നിങ്ങൾ തുണി മടക്കി വെച്ചത് നിങ്ങൾക്ക് മേ ബി ഇഷ്ടമായില്ല, കുട്ടി തുണി മടക്കി വെച്ചത് ഇഷ്ടമായില്ല എന്ന് വിചാരിക്കൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ പറഞ്ഞു എന്തിനാ തുണിയൊക്കെ മടക്കി വെക്കാൻ നിന്നത്? നിങ്ങളൊരു അത്ര ഒരു പ്ലസന്റ് ആയിട്ടുള്ളൊരു റെസ്പോൺസ് അല്ല അതിന് കൊടുത്തത്, അത് കുട്ടിക്കൊരു അൺപ്ലസന്റ് ആയിട്ടുള്ള സ്റ്റിമുലസ് ആയിപ്പോയി. ഇനി കുട്ടി ഒരിക്കലും ആ തുണി മടക്കി വെക്കാൻ പോകുന്നില്ല. ഇറ്റ് വീക്കൻസ് ദ റെസ്പോൺസ്. ഓക്കെ, പക്ഷെ നമ്മൾ പണിഷ്മെന്റ് എപ്പോഴും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരെണ്ണം, അതായത് നെഗറ്റീവ് ബിഹേവിയറിനെ ഇൻഹിബിറ്റ് ചെയ്യാനും റീഇൻഫോഴ്സ്മെന്റ് പോസിറ്റീവ് ആയിട്ടുള്ള ബിഹേവിയറിനെ നമ്മൾ കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യിക്കാനുമാണ് യൂസ് ചെയ്യുക സാധാരണ. ഓക്കെ, അപ്പൊ ഇതിന് വേറൊരു എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുന്നത്, ആഡിങ് ആൻ അൺപ്ലസന്റ് സ്റ്റിമുലസിന് നമുക്ക് വേറൊരു എക്സാമ്പിൾ നമുക്ക് എന്ത് പറയാം? ക്യാൻ യു ഓൾ കം അപ്പ് വിത്ത്, ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു എക്സാമ്പിൾ കിട്ടുന്നുണ്ട്? ഇതിന് നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എന്താ, മതിലിൽ സ്ക്രിബിൾ ചെയ്യുന്ന കുട്ടിക്ക് മറ്റേ സ്കോൾഡിങ് കൊടുക്കുക എന്നുള്ളതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി അത് ഇപ്പൊ ലോണ്ട്രി, കുട്ടി തനിയെ ഇപ്പൊ കുറച്ചുകൂടെ വലിയ കുട്ടികളാണെങ്കിൽ നമ്മൾ കുട്ടികളോട് പറയും, സ്വന്തമായിട്ട് ഡ്രസ്സ് അലക്കാനൊക്കെ പറയുവാണെങ്കിൽ ആ കുട്ടി ഡ്രസ്സ് അലക്കിയില്ല എന്നുണ്ടെങ്കിൽ എഗെയിൻ സ്കോൾഡിങ് കിട്ടുക, അല്ലെങ്കിൽ അന്നത്തെ എന്തെങ്കിലും പണിഷ്മെന്റ് ആയിട്ട് എന്തെങ്കിലും അടി കൊടുക്കുക, അല്ലെങ്കിൽ അതും അല്ലാതെ യു ആർ അപ്സെറ്റ്, മദർ ഇസ് അപ്സെറ്റ് വിത്ത് ദ ചൈൽഡ്, ദാറ്റ് വിൽ ഓൾസോ ആൻ അൺപ്ലസന്റ് സ്റ്റിമുലി ആണ് ആ കുട്ടിക്ക്. ദാറ്റ് വിൽ വീക്കൻ ദ റെസ്പോൺസ്. ഓക്കെ, അപ്പൊ ആ കുട്ടി കൃത്യമായിട്ട് ഡ്രസ്സ് അലക്കി വെക്കും, അല്ലെങ്കിൽ ആ കുട്ടി കൃത്യമായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഹോംവർക്ക് ചെയ്യാതിരിക്കുക, അപ്പൊ അതിന് വേണ്ടിയിട്ട് വെൻ യു സ്കോൾഡ് ഓർ യു ഗിവ് സം അൺപ്ലസന്റ് ആയിട്ടുള്ള സ്റ്റിമുലസ് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ഇപ്പോൾ ഹോംവർക്ക് ചെയ്യാത്തതിന് നമ്മൾ അടിക്കുകയാണ് അല്ലെങ്കിൽ വഴക്ക് പറയാണ്, അങ്ങനെയുള്ള എന്തെങ്കിലും ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു എന്താണ് റെസ്പോൺസ് ആയിട്ടുള്ള ഹോംവർക്ക് ചെയ്യാന്നുള്ള ചെയ്യാതിരിക്കുക എന്നുള്ളത് വീക്കൻ ചെയ്യും. പകരം കുട്ടി ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ബിക്കോസ് കുട്ടിക്ക് സ്കോൾഡിങ് ഇഷ്ടമല്ല, കുട്ടിക്ക് വഴക്ക് പറയുന്നത് ഇഷ്ടമല്ല, അടിക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട്. അല്ലെങ്കിൽ മദർ മിണ്ടാതിരിക്കുന്നത് കുട്ടിക്ക് പറ്റില്ല, അതുകൊണ്ട് ഇറ്റ് വീക്കൻസ് ദാറ്റ് റെസ്പോൺസ്. കുട്ടിയൊക്കെ കുറച്ചുകൂടെ ഹോംവർക്ക് ചെയ്യാൻ തുടങ്ങും. ചെയ്യാതിരിക്കുക എന്നുള്ളതിനെ വീക്കൻ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഇസ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് റിമൂവിങ് ആൻ അൺപ്ലസന്റ് സ്റ്റിമുലസ് ആണ്. ദാറ്റ് ഈസ് ലൈക്ക് അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു സ്റ്റിമുലസിനെ റിമൂവ് ചെയ്യാന്നുള്ളത്. ഓക്കെ, ദാറ്റ് വിൽ സ്ട്രെങ്തൻ ദ റെസ്പോൺസ്. ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും എക്സാമ്പിൾ പറയാനുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു. യെസ്,
സോ ഇവിടെ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പോ എക്സാമ്പിൾ എന്തായിരുന്നു? എനിവൺ റിമെമ്പർ? യെസ്, എനിവൺ? കുട്ടികൾ എന്തെങ്കിലുമൊക്കെ വാശി പിടിച്ച് കരഞ്ഞാലും അത് ചെയ്തു കൊടുക്കാതിരിക്കണത് അങ്ങനെ വരുമോ? ചെയ്ത് കൊടുക്കാതിരിക്കുന്നത്. അല്ല, ഇപ്പൊ ഇങ്ങനെ ടോയ്സ് എന്തിനൊക്കെ ഒരു നെഗറ്റീവായിട്ട് കാര്യങ്ങൾ ചിലപ്പോ നമ്മൾ വാശി പിടിക്കുമ്പോ അത് ചെയ്തു കൊടുക്കും. പിന്നെ അതുപോലെ ഇനി വാശി പിടിച്ചാലും കരയുകയാണെങ്കിൽ അത് ചെയ്തു കൊടുക്കാതിരിക്കും. ഓക്കെ ഓക്കെ. അപ്പൊ കുട്ടി ഇപ്പൊ വാശി പിടിക്കണ കുട്ടീനെ നമ്മൾ വാശി പിടിക്കുകയാണ്. ഓക്കെ, വാശി പിടിക്കുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണോ ആ കുട്ടി വാശി പിടിക്കുന്നത് അത് നമ്മൾ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ കുട്ടിയെ നമ്മൾ അസോസിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത് വാശി പിടിച്ചു കഴിഞ്ഞാൽ ആ സാധനം കിട്ടില്ല എന്നുള്ളതാണ്. അതിനെയാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത്. താങ്ക് യു. ഓക്കെ, സോ നമ്മൾ റിമൂവിങ് ആൻ അൺപ്ലസന്റ് സ്റ്റിമുലസ് ആണ്. അവിടെ അൺപ്ലസന്റ് സ്റ്റിമുലസ് എന്ന് പറയുന്നത് എന്താണ്? അത് ഇത് നേരെ തിരിച്ച് അങ്ങനെ ആവോ? ഇപ്പൊ കരയുമ്പോ കുറെ വാശി പിടിക്കുമ്പോ കുട്ടിക്ക് നമ്മളത് കൊടുക്കുമ്പോ വാശി പിടിച്ചാൽ വാശി പിടിക്കുന്ന കുട്ടിക്ക് നമ്മൾ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് മനസ്സിലാവും, ഹി വിൽ ലേൺ ദാറ്റ് ബിഹേവിയർ, ലൈക്ക് എനിക്ക് വാശി പിടിച്ചാൽ എന്തും കിട്ടുമെന്ന് മനസ്സിലാവും. ഓക്കെ, സോ ഇൻസ്റ്റഡ് നമ്മൾ ഇതൊരു ജനറൽ കോൺസെപ്റ്റിൽ നമ്മൾ പറയാണ്. ബട്ട് നമ്മൾ ഇവിടെ റീഇൻഫോഴ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത് കുട്ടിയെ വാശി പിടിക്കാതെ കുട്ടി എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറയാ, അല്ലെങ്കിൽ ഇപ്പൊ ഇത് കിട്ടില്ല, യു വിൽ ഗെറ്റ് ഇറ്റ് ആഫ്റ്റർ സം ടൈം, അങ്ങനെ പറയാണ് വേണ്ടത്. നമ്മളിവിടെ സ്ട്രെങ്തൻ ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്ന ബിഹേവിയർ എന്ന് പറയുന്നത് വാശി പിടിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതായത് കുട്ടി ഈസ് എക്സിബിറ്റിംഗ് ആ പ്രോപ്പർ ബിഹേവിയർ. ഓക്കെ, അപ്പോ അല്ലെങ്കിൽ പബ്ലിക്കിൽ പോയി കഴിയുമ്പോൾ എന്തെങ്കിലും ടോയ്ക്ക് വേണ്ടി ടോയ്ക്ക് വേണ്ടി ചോദിക്കുക. ഇപ്പം ചില കുട്ടികൾ താഴ്ത്ത് കിടന്ന് ഉരുളും, അല്ലെ, എനിക്ക് ആ ടോയ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഒരു അൺപ്ലസന്റ് ആയിട്ടുള്ള റിമൂവിങ് ആ ഒരു വാശി പിടിക്കുക എന്നുള്ളതിനെ നമുക്ക് മാറ്റുകയാണ് വേണ്ടത്. വാശി പിടിക്കുന്ന ആ ഒരു ബിഹേവിയറിനെ നമുക്ക് മാറ്റണം. പകരം കുട്ടി നമ്മളോട് പ്രോപ്പർ ആയിട്ട് ചോദിക്കുന്ന ആ ഒരു ബിഹേവിയറിനെ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യണം. ഓക്കെ, അപ്പൊ കുട്ടിക്ക് നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ വഴക്ക് പറയുന്ന ഒരു അൺപ്ലസന്റ് ആയിട്ടുള്ള സ്റ്റിമുലസ് ആണ്. അല്ലെങ്കിൽ നമ്മൾ അതിനെ മൈൻഡ് ചെയ്യാതെ നമ്മൾ പോയാലും കുട്ടിയെ സംബന്ധിച്ച് ഒരു അൺപ്ലസന്റ് ആയിട്ടുള്ള സ്റ്റിമുലസ് ആണ്. ബട്ട് വാട്ട് വി വിൽ ഡു, നമ്മൾ എന്താ ചെയ്യുക? ആളുകളെ പേടിച്ചിട്ട് നമ്മൾ, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അത് ചെയ്യാതിരിക്കും. റൈറ്റ്? നമ്മൾ പെട്ടെന്ന് കുട്ടിയെ പാമ്പർ ചെയ്ത് കുട്ടിക്ക് വേണ്ടത് കൊടുക്കാൻ നോക്കും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ വാശി പിടിക്കുന്ന കുട്ടിക്ക് ഒരിക്കലും കൊടുക്കാതിരിക്കുക. അപ്പോ ഈ അൺപ്ലസന്റ് സ്റ്റിമുലസ് എന്ന് ഇവിടെ പറയുന്നത് കുട്ടിക്ക് അൺപ്ലസന്റ് ആയിരിക്കണം ആ സ്റ്റിമുലസ്. അതായത് നമ്മൾ വഴക്ക് പറയുന്നതാവാം, അല്ലെങ്കിൽ നമ്മൾ അതിന് തീരെ റെസ്പോണ്ട് ചെയ്യുന്നില്ല, ഒന്നും ഒരു രീതിയിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യാത്തതാവാം, അല്ലെങ്കിൽ നമ്മൾ വാക്കിംഗ് അവേ ആവാം, ഇതെല്ലാം ആവാം. വീട്ടിലാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ നല്ലതായിട്ട് വഴക്ക് പറയുമായിരിക്കും. ആ വഴക്ക് പറയുന്നതാണ് ആ അൺപ്ലസന്റ് സ്റ്റിമുലസ് എന്ന് ഇവിടെ പറയുന്നത്. ഓക്കെ, ആൻഡ് ദാറ്റ് ഇസ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ആൻഡ് നെഗറ്റീവ് പണിഷ്മെന്റ് എന്ന് പറയുന്നത് കുട്ടിക്ക്, ഇപ്പൊ വാശി പിടിക്കുന്ന കുട്ടിക്ക് തന്നെ നമ്മൾ പറയാണ്, കുട്ടിയുടെ വാശി പിടിച്ചുള്ള ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞപ്പോൾ ഇന്ന് ഇങ്ങനെ വാശി പിടിച്ച, അല്ലെങ്കിൽ റോഡിൽ കടന്ന് ഉരുണ്ടത് കൊണ്ട് നിനക്കിന്ന് പ്ലേ ടൈം ഇല്ല, അല്ലെങ്കിൽ ഞാൻ ഇന്നും തരുന്ന ഫേവറേറ്റ് ഡിഷ് ഇല്ല. ഓക്കെ, അപ്പൊ പക്ഷെ കുട്ടിയോട് നമ്മൾ പറയണം എന്തിനാണ് ആ ഫേവറേറ്റ് ആയിട്ടുള്ള ആ പ്ലസന്റ് ആയിട്ടുള്ള കുട്ടിയുടെ കാര്യം എടുത്ത് മാറ്റിയത്. കുട്ടി എപ്പോഴും ഫേവറേറ്റ് ടോയ് വെച്ച് കളിക്കുന്നുണ്ടാവും. ആ ഫേവറേറ്റ് ടോയിനെ നമ്മൾ എടുത്ത് മാറ്റാണ്. കുറച്ച് സമയത്തേക്ക് നീ അത് വെച്ച് കളിക്കണ്ട. കാരണം എന്താണ്? റോഡിൽ കിടന്ന് ഉരുണ്ടു, അല്ലെങ്കിൽ കുറെ നേരം വാശി പിടിച്ച് കരഞ്ഞു. അങ്ങനെ നമ്മൾ അതിനെ അസോസിയേറ്റ് ചെയ്യണം. എന്നാലാണ് കുട്ടിക്ക് അത് മനസ്സിലാവുള്ളൂ. ഓക്കെ, കുറച്ചുകൂടി അഡൾട്ടിന്റെ കേസിലൊക്കെ നമ്മൾ പറയുകയാണ്, ഇപ്പൊ പ്ലേ ടൈം നമ്മൾ വേണ്ടാന്ന് വെച്ചു, ഹോംവർക്ക് ചെയ്ത് വന്നില്ലെങ്കിൽ ടീച്ചർ പ്ലേ ടൈം തരില്ല, അതുകൊണ്ട് ഞാൻ എന്തായാലും ഹോംവർക്ക് ചെയ്തുകൊണ്ട് വരും. ആ ചെയ്തുകൊണ്ട് വരില്ല എന്നുള്ളതിനെ അത് വീക്കൻ ചെയ്യും. ഓക്കെ, യെസ്. സോ ഐ ഹോപ്പ് ദിസ് കോൺസെപ്റ്റ് ഇസ് ക്ലിയർ. ഇത് കുറച്ച് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണ്ട ഒരു എക്സാമ്പിൾ എടുത്ത് ഒന്ന് ഇട്ട് നോക്കൂ. എന്നിട്ട് മേ ബി ഇഫ് യു വാണ്ട് ടു ആസ്ക് മീ ഓൾസോ യു ക്യാൻ ആസ്ക്. ഞാൻ മെയിൽ ഐ ഡി വേണമെങ്കിൽ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലായോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്യുവാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അതിലെന്തെങ്കിലും
നിങ്ങൾ റിയൽ ലൈഫ് എക്സാമ്പിൾ ഒക്കെ നിങ്ങളിട്ട് നിങ്ങളുടേതായ എക്സാമ്പിൾ ഇട്ട് എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയ റൈറ്റപ്പ് 1 പേജ് റൈറ്റപ്പോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഒരു എക്സാമ്പിൾ മാത്രം ഇട്ട് തന്നാലും അത് ശരിയാണോ തെറ്റാണോ അത് എന്തുകൊണ്ടാണ് ശരി തെറ്റെന്നുള്ളതൊക്കെ പറഞ്ഞു തരാൻ പറ്റും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഒരു ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതേ ഉള്ളൂ. ഓക്കെ, സോ ഇതിന് റിവാർഡിംഗ് ലേണിംഗ് ഒരു പേരുണ്ട്, ഇൻസ്ട്രുമെന്റൽ കണ്ടീഷനിങ് എന്നും പേരുണ്ട്, ആർ ടൈപ്പ് കണ്ടീഷനിങ് എന്നും പേരുണ്ട്. വൈ ആർ ടൈപ്പ്? ബിക്കോസ് അവിടെ റെസ്പോൺസിനാണ്, റിവാർഡിങ്ങിനാണ് നമ്മൾ ഫോക്കസ് കൊടുക്കുന്നത്. ഈ റെസ്പോൺസ് എന്ന് പറയുന്നത് നമ്മളൊരു ഇൻസ്ട്രുമെന്റ്, ഒരു ടൂൾ ആയിട്ടാണ് അതിനെ കരുതുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഇൻസ്ട്രുമെന്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എപ്പോഴും പണിഷ്മെന്റിനേക്കാളും സ്റ്റഡീസ് ദാറ്റ് ഇൻസ്റ്റെഡ് ഓഫ് പണിഷ്മെന്റ് ഈ റീഇൻഫോഴ്സ്മെന്റിന് ഫോക്കസ് ചെയ്യാൻ നോക്കുക. റീഇൻഫോഴ്സ്മെന്റ് ആണ് കുറച്ചുകൂടെ കുട്ടികളിൽ കുറച്ച് സ്റ്റഡീസ് കാണിക്കുന്നത്. വെൻ യു ഡു റീഇൻഫോഴ്സ്മെന്റ് ദാറ്റ് ഇസ് മോർ എഫക്റ്റീവ് ഇൻ ചിൽഡ്രൻ. ഓക്കെ, ആൻഡ് പണിഷ്മെന്റ് നമ്മൾ ഇറ്റ് ഇസ് സംതിങ് വെരി അൺപ്ലസന്റ് ഫോർ ദം. അപ്പൊ അൺപ്ലസന്റ് ആയിട്ടുള്ള നിങ്ങൾ അടിക്കുക അല്ലെങ്കിൽ സ്കോൾഡ് ചെയ്യുന്നത് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ, ബട്ട് അടിക്കുമ്പോഴൊക്കെ ദർ ഇസ് അപ്പാർട്ട് ഫ്രം ദിസ് ഞാൻ പറയാണ് ചെറിയൊരു ട്രോമയാണ് അവിടെ വരുന്നത്. ഓക്കെ, ഇഫ് ഇറ്റ് ഇസ് ജസ്റ്റ് ഒരു ചെറിയ അടിയൊക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ ഭയങ്കര ദേഷ്യപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര കുറച്ച് അഗ്രസീവ് ആയി പോകും. ആ അഗ്രസീവ് ലെവലിലേക്ക് എത്തിക്കഴിയുമ്പോൾ പണിഷ്മെന്റ്സ് എപ്പോഴും അവർക്ക് ഭയങ്കര ട്രോമാറ്റിക് ഇവന്റ് ആയി മാറാം. സോ പണിഷ്മെന്റ് കൊടുക്കുമ്പോൾ നിങ്ങളൊരു അതിന്റെ ഒരു ലൈറ്റർ വേർഷൻ, നമുക്ക് നമ്മളുടെ ഇമോഷനിൽ ഒരു കൺട്രോൾ വേണം എപ്പോഴും. ഓക്കെ, അപ്പാർട്ട് ഫ്രം ദിസ് തിയറി ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, സോ ദീസ് ആർ ദ ടെക്നിക്സ് നമ്മൾക്ക് യൂസ് ചെയ്യാം. കുട്ടികളുടെ അടുത്താണെങ്കിലും സ്കൂളിലെ സ്റ്റുഡൻസിന്റെ അടുത്താണെങ്കിലും നമുക്ക് ആപ്ലിക്കേഷൻ ലെവലിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് റീഇൻഫോഴ്സ്മെന്റ് പണിഷ്മെന്റ് ആകുമ്പോൾ. പിന്നെ ഇതൊക്കെ 1946 കാലഘട്ടത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഓക്കെ, ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മളോട് പറഞ്ഞു തന്നതാണ്. അപ്പൊ ഇതിലെല്ലാം എന്താ പറയുക, ദിസ് ഇസ് ജസ്റ്റ് എ തിയറി, ബേസ് തിയറി എന്നുള്ള രീതിയിലുള്ളൂ. ഇതിനൊക്കെ നമ്മൾ എപ്പോഴും മോഡിഫൈ ചെയ്ത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു പെർസ്പെക്റ്റീവിൽ ഇതിനെ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും എന്ന് നോക്കി വേണം നമ്മൾ ചിന്തിക്കാനും അത് പ്രവർത്തിക്കാനും. ഓക്കെ, എന്തായാലും ഡ്രോബാക്സ് ഉണ്ട്. ഓക്കെ, സോ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസ് വരുന്നത് ആസ് ഐ സെഡ് നമുക്കിത് ഒരു ബിഹേവിയറിനെ നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാനും വീക്കൻ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. സോ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ക്യാൻ ബി യൂസ് ടു ഡെവലപ്പ് എ ഗുഡ് ബിഹേവിയർ. നല്ലൊരു ബിഹേവിയർ നമുക്ക് അല്ലെങ്കിൽ ബാഡ് ബിഹേവിയർ നമുക്ക് എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഇസ് പോസിബിൾ. പണിഷ്മെന്റിനേക്കാളും പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് യൂസ് ചെയ്ത് നമുക്ക് ബാഡ് ബിഹേവിയർ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, ഗുഡ് ബിഹേവിയേഴ്സ് നമുക്ക് റീഇൻഫോഴ്സ് ചെയ്യാൻ പറ്റും. അതിന് ഇത് ഞാൻ വേറൊരു എക്സാമ്പിൾ കൂടെ വേണമെങ്കിൽ പറഞ്ഞുതരാം. കുട്ടികൾക്ക് നമ്മൾ രാത്രി കിടക്കുമ്പോൾ ഒരു റുട്ടീൻ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇവര് ബ്രഷ് ചെയ്തു, ഡ്രസ്സ് മാറി, കൈകാലും മുഖം കഴുകി, ബ്രഷ് ചെയ്തു, കിടന്നുറങ്ങി. ഓക്കെ, ദിസ് ഇസ് എ റുട്ടീൻ. ഇതിങ്ങനെ ഒരു റുട്ടീൻ ആണെങ്കിൽ നമുക്ക് ഇതൊന്ന് ഇൻകൾക്കേറ്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മതിലില് ഒരു ചാർട്ട് നമ്മൾ ഇട്ടിട്ട് ആ ചാർട്ടിൽ ഇവർ ചെയ്ത്, ഇപ്പൊ ബ്രഷിംഗ് ആണെങ്കിൽ അവൾ ടിക്ക് ഇടാൻ അവരെ തന്നെ ഏൽപ്പിക്കുക. ആ ടിക്ക് ഇടുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി പ്ലസന്റ് ഒരു റീഇൻഫോഴ്സ്മെന്റ് ആണ്. അവർക്ക് ഹാപ്പി ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റ് ആണ്, ആഡിങ് എ സ്റ്റിമുലസ് ടു. അപ്പൊ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അവരൊരു ടിക്ക് ഇടും. ഓക്കെ, അത് കഴിഞ്ഞ് അപ്പൊ അങ്ങനെ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു സ്റ്റാർ കൊടുക്കുക. അതൊരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ ആദ്യത്തെ ദിവസം കുട്ടി എല്ലാം ചെയ്തു, നമ്മൾ സ്റ്റാർ ഇട്ട് കൊടുത്തു. ഓക്കെ, സോ അതൊരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റിൽ വരും. ഇനി നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണെങ്കിൽ നമ്മൾ ആദ്യത്തെ ദിവസം സ്റ്റാർ കിട്ടിയ കുട്ടിക്ക് രണ്ടാമത്തെ ദിവസമായി കഴിഞ്ഞപ്പോൾ ആ കുട്ടി ഡ്രസ്സ് മാറ്റിയില്ല, പൈജാമ മാറ്റിയില്ല, പക്ഷെ ബ്രഷ് ചെയ്തു, ബാക്കിയെല്ലാം ചെയ്തു, കിടന്നു, മൊബൈൽ നോക്കിയില്ല. ഇതിനകത്ത് അതൊക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. ഇതൊരു ചാർട്ടായിട്ട് നിങ്ങൾ വളരെ കളർഫുൾ ചാർട്ടായിട്ട് നിങ്ങൾ തന്നെ വരച്ച് ചെറിയൊരു പിക്ചറൊക്കെ ഒട്ടിച്ച് ഇങ്ങനെ ടിക്കിട്ട് പോകാനായിട്ട് അവരുടെ അടുത്ത് പറഞ്ഞ് സ്റ്റാറും കൊടുത്തു കഴിഞ്ഞാൽ ദിസ് ആക്ച്വലി വർക്ക്സ്. ഓക്കെ, അപ്പൊ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ ആ കൊടുത്ത സ്റ്റാർ അടുത്ത ദിവസം എടുക്കുക. എല്ലാ ദിവസവും ചെയ്യുന്ന ദിവസം മാത്രമേ ഉള്ളൂ. അപ്പൊ അതൊരു അൺപ്ലസന്റ് സ്റ്റിമുലസ് ആയി ആ കുട്ടിക്ക്. ആ സ്റ്റാർ എടുക്കുക എന്ന് പറയുന്ന ഒരു അൺപ്ലസന്റ് സ്റ്റിമുലസ് ആയി. അപ്പൊ അത് നെക്സ്റ്റ് ഡേ ആ കുട്ടി ചെയ്യും. നെക്സ്റ്റ് ഡേ ആ സ്റ്റാർ കിട്ടാൻ വേണ്ടി ആ കുട്ടി ചെയ്യും. അത് അഗൈൻ സ്ട്രെങ്തൻ ചെയ്യും ആ ഒരു റെസ്പോൺസിന്. ഇവിടെ റെസ്പോൺസ് എന്ന് പറയുന്നത് അഗൈൻ നമ്മൾ എല്ലാം ചെയ്യാൻ വേണ്ടി കുട്ടിയെ ആ സ്റ്റാർ എടുത്ത് മാറ്റിയപ്പോൾ അൺപ്ലസന്റ് സ്റ്റിമുലസ് ആണ് നമ്മൾ എടുത്തത്. അപ്പൊ നെക്സ്റ്റ് ഡേ കുട്ടി ചെയ്യാതിരിക്കില്ല. അവിടെയാണ് ഈ ഒരു ഡിഫറൻസ് വരുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഓക്കെ, സോ ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആണ്. ഇത് നമുക്ക് അങ്ങനെ എല്ലാ സ്ഥലത്തും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റിയ വളരെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു തിയറിയാണ്. ഇഫ് ഇറ്റ് ഇസ് ക്ലിയർ, വിൽ മൂവ് ടു ദ നെക്സ്റ്റ് എക്സ്പെരിമെന്റ്.
Any doubts can be asked. ക്ലിയർ ആണ് മാം. Okay. Next is Skinner box. Okay, next is social learning theory ആണ് ആൽബർട്ട് ബണ്ടൂറയുടെ. അതിന്റെ വേറെ പേരാണ് സോഷ്യൽ കോഗ്നിറ്റീവ് ലേണിംഗ് ആൻഡ് വൈകാരിയസ് ലേണിംഗ് എന്ന് പറയുന്നത്. ഡിഫറെന്റ് നെയിമാണ്. ഓക്കെ, സോ ഇവിടെ ഞാൻ എക്സ്പെരിമെന്റ് അഗൈൻ പറയാം. സോഷ്യൽ ലേണിംഗ് തിയറി ഓഫ് ആൽബർട്ട് ബണ്ടൂറയുടെ ഒരു എക്സ്പെരിമെന്റ് ഉണ്ട്. അതിനെ ബോബോഡോൾ എക്സ്പെരിമെന്റ് എന്നാണ് പറയുക. ബോബോഡോൾ എക്സ്പെരിമെന്റ്. ഓക്കെ, ഇതാണ് ബോബോഡോൾ. ഓക്കെ, ഇതൊരു താഴത്ത് കുറച്ച് വെയിറ്റ് ഒക്കെ ആയിട്ട് ഇവിടെ ഒരു ബലൂൺ ടൈപ്പ്, ഒരു കുറച്ച് ലൈറ്റ് വെയിറ്റ്, ഈ മോൾ ഭാഗം കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ബലൂൺ ആണ്. ഓക്കെ, ഇതിനെ നമ്മൾ പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബൗൺസ് ബാക്ക് ചെയ്യും. ഓക്കെ, ഇതാണ് ബോബോഡോൾ. ഓക്കെ, ഇനി ഞാൻ എക്സ്പെരിമെന്റ് പറയാൻ പോവാണ്. ഈ ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാൻ ഒരു കാരണമുണ്ട്. ആൽബർട്ട് ബണ്ടൂറ ഒരു PhD ചെയ്യുന്ന കാലഘട്ടത്തിൽ ഈസ് എ കനേഡിയൻ സൈക്കോളജിസ്റ്റ്, അല്ലെങ്കിൽ കനേഡിയൻ ആണ് ആള്. അപ്പൊ അവിടെ ആ ഒരു സ്ഥലത്ത് ഒരു ഇൻസിഡന്റ് ഉണ്ടായി. ഒരു 14 വയസ്സായിട്ടുള്ള ഒരു കുട്ടി, ആ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടീനെ വെടിവെച്ച് കൊന്നിട്ട് ആ കുട്ടീനെ അങ്ങനെ പീസ് ആക്കിയിട്ട് കുക്ക് ചെയ്തു. അപ്പൊ ഇത് ഭയങ്കര ഒരു ഷോക്കിംഗ് ഇവന്റ് ആയിരുന്നു ആ നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും. അപ്പോൾ ഇതിന് പോലീസ് പറഞ്ഞ ഒരു റെസ്പോൺസ് ഉണ്ടായിരുന്നു. പോലീസുകാർ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ കുട്ടി ഒരു മൂവി കാണാനിടയായി. ആ മൂവിയില് എന്താണ്, ആ മൂവിയില് മനുഷ്യർ ഫാറ്റ് ഉള്ള സൂപ്പ് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെങ്ത് ആയിരിക്കും എന്നുള്ള ഒരു മെസ്സേജ് കണ്ടു. ആ മൂവിയിൽ അതായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആ മൂവിയിൽ. ഇതാണ് ആ കുട്ടിയെ ഇൻസ്പയർ ചെയ്യിച്ചത് ഇത് ചെയ്യാനായിട്ട്. ഇതൊരു 14 വയസ്സുള്ള ഒരു കുട്ടിയായിരുന്നു. അപ്പൊ ഈ ഒരു റെസ്പോൺസ്, ഈ ഒരു ഇവന്റും ആയി കഴിഞ്ഞപ്പോ ഇറ്റ് ഈസ് വെരി ഡിസപ്പോയിന്റിങ്. ഈ ഒരു 14 വയസ്സുള്ള ഒരു കുട്ടി അറ്റ് ദ സെയിം ടൈം ഡിസപ്പോയിന്റിങ് ആൻഡ് ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ് നടന്നത്. അപ്പൊ ആൽബർട്ട് ബണ്ടൂറ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആൽബർട്ട് ബണ്ടൂറയുടെ PhDയുടെ സമയത്ത്, പോസ്റ്റ് ഗ്രാജുവേഷൻ ഡോക്ടറേറ്റ് എടുക്കുന്ന സമയത്ത് ആളൊരു എക്സ്പെരിമെന്റ് ചെയ്തു. കുറച്ച് ഒരു 94 കുട്ടികളെ, അല്ലെങ്കിൽ ഈ നമ്പേഴ്സ് പല ബുക്കിലും മാറിക്കൊണ്ടിരിക്കും കേട്ടോ. കുറച്ച് നമ്പർ ഓഫ് സ്റ്റുഡൻസ്, കുറച്ച് കുട്ടികൾ 3 വയസ്സ് തൊട്ട് 6 വയസ്സുള്ള കുട്ടികളെയാണ് ഈ എക്സ്പെരിമെന്റിന് തെരഞ്ഞെടുത്തത്. ഓക്കെ, ഒരു കുട്ടികളെ അദ്ദേഹം എടുത്തിട്ട് ഇതില് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ പല ബുക്കിലും ചിലതിൽ 76 കൊടുത്തിട്ടുണ്ടാവും, ചിലതിൽ ഒരു ഗ്രൂപ്പിൽ 35 അങ്ങനെയൊക്കെ നമുക്ക് കാണാം നമ്പേഴ്സ് കൊടുത്തിരിക്കും. 35, 36, 76, 94. ഓക്കെ, സോ ഐ വിൽ ടെൽ എ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ്. ഓക്കെ, അതിൽ ബോയ്സും ഗേൾസും ഉണ്ടായിരുന്നു. ഓക്കെ, 3 തൊട്ട് 6 വയസ്സായിട്ടുള്ള ഒരു കുട്ടികളെയാണ് എടുത്തത്. എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു മുറിയിൽ 35 സ്റ്റുഡൻസ്, വേറൊരു മുറിയിൽ 35 കുട്ടികളെ ഇട്ടു. എന്നിട്ട് ഒരു റൂമിൽ അതിന്റെ ഈ ഒരു ബോബോഡോൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, വേറൊരു മുറിയിൽ ബോബോഡോൾ വെച്ചിട്ട് ഓരോ കുട്ടികളെയും ഈ ബോബോഡോൾ, ഒരു റൂമിലുള്ള കുട്ടികളെ മൊത്തം ഈ ബോബോഡോളിനോട് വളരെ പഞ്ച് ചെയ്യുന്നതും വഴക്ക് പറയുന്നതും ആയിട്ട് ഒരാള് വന്ന് ബിഹേവ് ചെയ്തു ഈ ബോബോഡോളിന്റെ അടുത്ത്. കുട്ടികളെ ഒന്നും പറഞ്ഞില്ല കേട്ടോ. കുട്ടികളുടെ അടുത്ത് അവർക്ക് കളിക്കാനുള്ള കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് താൻ. ഒരു 35 സ്റ്റുഡൻറ്, ഒരു സെറ്റ് ഓഫ് സ്റ്റുഡൻസിനെ കാണിച്ചത്, ഓരോരുത്തരായിട്ട് വിളിച്ച് കാണിച്ചത് ഈ കുട്ടികളെ ഈ ബോബോഡോളിനെ അടിക്കുന്നു, ഇടിക്കുന്നു, അതുപോലെ വഴക്ക് പറയുന്നു, അങ്ങനെയാണ് കാണിച്ചത്. വേറൊരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളെ കാണിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ അടിക്കുകയൊന്നും ചെയ്തില്ല. അടുത്ത് വന്നിരിക്കുന്നുണ്ട്, ബോബോഡോളിന്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നൊന്നുമില്ല. ഒരു ന്യൂട്രൽ ആയിട്ട്, പ്രത്യേകിച്ച് കെയറും ചെയ്യുന്നില്ല, നത്തിങ് ഈസ് ഡൂയിങ്. ഓക്കെ, അപ്പൊ ഈ കുറച്ച് ടോയ്സ് അവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ കുട്ടികൾ പതുക്കെ ടോയ്സ് വെച്ച് കളിക്കുന്നുമുണ്ട്. പിന്നീട് ഈ കുട്ടികളെ റിയൽ ആയിട്ട്, അതായത് ഈ ഒരു ഇടയിലുള്ള ഒരു മീഡിയേറ്റർ അയാൾ ഇല്ലാതെ ഈ കുട്ടികളെ ബോബോഡോളിന്റെ അടുത്തേക്ക് വിട്ടപ്പം ഈ അഗ്രസീവായിട്ട് ബിഹേവ് ചെയ്ത ആ റൂമിലുള്ള കുട്ടികളെല്ലാവരും തന്നെ ഈ ബോബോഡോളിനെ ഉപദ്രവിക്കുകയും വഴക്ക് പറയുന്നതായിട്ട് നോട്ടീസ് ചെയ്തു. ഓക്കെ, അവര് വഴക്ക് പറയുന്നുണ്ട്, ഇടിക്കുന്നുണ്ട്, പഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ മറ്റേ റൂമിലുള്ള കുട്ടികൾ അതേസമയം ഈ ബോബോഡോളിനെ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ദിസ് ഇസ് എ ഗ്ലിംസ് ഓഫ്
ഇതാണ് ആ എക്സ്പെരിമെന്റർ ഇതുപോലെ അടിക്കുകയും കാണിക്കുന്നതാണ്. അത് കുട്ടികൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. അതേസമയം ആ കുട്ടികളെ റൂമിലേക്ക് വിട്ടപ്പോൾ ദേ ആർ ഡൂയിങ് ദ സെയിം. അവിടെ ഇരുന്ന ടോയ്സ് എല്ലാം ഈ ബോബോഡോളുടെ മേത്തേക്ക് വലിച്ചെറിയുന്നുണ്ടായിരുന്നു. ഓക്കെ, സോ ഇവിടെ നടന്നത് ഒബ്സർവേഷൻ ആൻഡ് ഇമിറ്റേഷൻ ആണ്. അണ്ടർസ്റ്റുഡ്? സോ ദിസ് വാസ് എ ഓക്കെ, ഒബ്സർവേഷൻ ആൻഡ് ഇമിറ്റേഷൻ ആണ് ഇവിടെ നടന്നത്. കുട്ടികൾ ഒബ്സർവ് ചെയ്തു, അത് ഇമിറ്റേറ്റ് ചെയ്തു. അപ്പൊ ഇറ്റ് ഈസ് ബീങ് സെഡ് ദാറ്റ് ഈ കുട്ടികളുടെ എന്താണ് ഈ വളർന്നു വരുന്ന സമയത്ത് പാരൻസിനെ ആവാം, അല്ലെങ്കിൽ കുട്ടികൾക്ക് ചുറ്റുമുള്ള പല ആളുകളെയും ഇവർ കാണുന്നുണ്ട്. ഇവർ പക്ഷെ ഇവർക്ക് വളരെ അട്രാക്റ്റീവും അറ്റൻഷനും തോന്നുന്ന ആളുകളെ ഇവർ ഒബ്സർവ് ചെയ്യുകയും ചെയ്യും, ഇവർ ഇമിറ്റേറ്റ് ചെയ്യുകയും ചെയ്യും. യെസ്, ദിസ് ഈസ് വാട്ട് ഹാപ്പനിങ് ഓവർ ഹിയർ. ഇതുപോലെ തന്നെ ബോബോഡോളുടെ പോലെ തന്നെ വേറെ ഒരു എക്സ്പെരിമെന്റ് ഉണ്ട്. ഒരു 3 റൂമിലായിട്ട് കുട്ടികളെ ഈ ബോബോഡോളിന്റെ എക്സ്പെരിമെന്റ് കൂടെ തന്നെ ഉണ്ടായിരുന്ന വേറെ എക്സ്പെരിമെന്റ് ആണ്. ഇത് ബോബോഡോൾ എക്സ്പെരിമെന്റ് അല്ല, ബട്ട് ആൽബർട്ട് മണ്ടൂര തന്നെ വേറെ ചെയ്തൊരു എക്സ്പെരിമെന്റ് ആണ്. 3 റൂമിലായിട്ട് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനെ വിട്ടു. ഒരു ഗ്രൂപ്പിലുള്ള സ്റ്റുഡൻസിന് അവരൊരു വീഡിയോ കാണിച്ചു കൊടുത്തു. ഒരു വീഡിയോ, അതായത് കുറച്ച് അഗ്രസീവ് ആയിട്ട് കാണിക്കുന്ന വീഡിയോ. ഈ ഡോളിനോട് നേരത്തത് റിയൽ ആയിട്ട് കാണിക്കുകയായിരുന്നു ചെയ്തിരുന്നത്, പക്ഷെ മറ്റേത് വീഡിയോയിൽ ഈ ഡോളിനെ, ബോബോ ഡോളിനെ തന്നെ ഒരു ഡോൾ വെച്ചിട്ട് ആ ഡോളിനെ അഗ്രസീവ് ആയിട്ട് ബിഹേവിയർ ചെയ്തു. വേറൊരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിന് ഒന്നും ചെയ്യുന്നില്ല. ആ ഒരു വീഡിയോയിൽ വെറുതെ ഒരാൾ വന്ന് ആ ഡോളിന്റെ അടുത്തിരിക്കുന്നു. വേറൊരു വീഡിയോയിൽ കുറച്ചുകൂടെ കെയറിങ് ആയിട്ട് ഡോളിന്റെ അടുത്ത് നന്നായി കുറച്ചുകൂടെ ഒരു കെയറിങ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന പോലെ. അങ്ങനെ 3 വീഡിയോ ആണ് കാണിച്ചു കൊടുത്തത്. അഗെയിൻ ഇതേ ആ 3 ബിഹേവിയറിലെ വീഡിയോ എന്താണോ കാണിച്ചത് അതുപോലെ തന്നെയായിരുന്നു ഈ കുട്ടികളുടെ റെസ്പോൺസ്. ഓക്കെ, സോ വെൻ യു ആർ behaving with the children, or when you are among the children, you have to be very careful with what you are doing, because they are observing, they are going to imitate it. If you are scolding, or if you are കുട്ടികളോട് ഏതെങ്കിലും രീതിയിൽ നമ്മള് വലിയ ആളുകൾ തമ്മിൽ സംസാരിക്കുന്നതും ആവാം, they are like a sponge, they observe what they get. Okay? They observe what they see, and ഒരു സ്പഞ്ച് പോലെ അവരങ്ങ് ഒബ്സർവ് ചെയ്തെടുക്കും എല്ലാത്തിനെയും. ഓക്കെ, സോ സോ ഈ 2 കാര്യങ്ങൾ ഒബ്സർവേഷൻ ഇമിറ്റേഷൻ ആണ് നടന്നത്. അറ്റ് ദ സെയിം ടൈം ദർ ഇസ് അനദർ കോൺസെപ്റ്റ് ഇവോൾവ് ഫ്രം ഇറ്റ് ഈസ് മോഡലിംഗ്. മോഡലിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ് ആണ് അവിടെ നടന്നത്. ഓക്കെ, ഈ മോഡലിംഗ് പ്രോസസ്സ് നമ്മുടെ കുട്ടികളിൽ എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ദാറ്റ് ഈസ് ലൈക്ക് കുട്ടികൾ കാർട്ടൂണുകൾ കാണാറുണ്ട്, മൂവീസ് കാണാറുണ്ട്, പുറത്തുള്ള കാര്യങ്ങളെല്ലാം ഇവർ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ ഇവർക്ക് അറ്റൻഷൻ തോന്നുന്ന ചില കാര്യങ്ങൾ, അതായത് ഇവരെ കണക്ട് ചെയ്യിക്കാൻ പറ്റിയ കാര്യങ്ങളാവാം, അല്ലെങ്കിൽ ദ വേ ദാറ്റ് പേഴ്സൺ ഇസ് ഡ്രസ്ഡ്, അല്ലെങ്കിൽ ഇപ്പൊ പറയുകയാണെങ്കിൽ മേക്കപ്പ് ട്യൂട്ടോറിയൽ പോലെയുള്ള സാധനങ്ങൾ 10 വയസ്സായിട്ടുള്ള കുട്ടികളെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യിക്കുന്ന ഒന്നാണ്. ദ വേ ദേ ഡ്രസ് അപ്പ്, ദ വേ ദേ ടോക്ക്, ദ വേ ദേ ഡൂയിങ് ആക്ഷൻസ്. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക്, അല്ലെങ്കിൽ ഒരു ടോയ്സ് ആവാം, എന്തെങ്കിലും സ്പെഷ്യൽ ടോയ്സ് വെച്ച് കളിക്കുന്നതാവാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അവരെ അറ്റൻഷനിലേക്ക് കൊണ്ടുവരും. പക്ഷെ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ ആ അറ്റൻഷൻ മെയിൻറ്റെയിൻ ചെയ്യും, റീറ്റെയിൻ ചെയ്യാൻ തുടങ്ങും. അതവിടെ റീറ്റെയിൻ ചെയ്തു പോകും. അപ്പൊ ഇവരിത് കണ്ട് ഇവരുടെ ഉള്ളിൽ ഉണ്ടാവും. ഇവർ റീറ്റെയിൻ ചെയ്യാൻ, ഇവർക്ക് അറ്റൻഷനും ഇൻട്രസ്റ്റും ഉള്ള കാര്യങ്ങളായിരിക്കും ഇവർ റിറ്റൻഷൻ ഉണ്ടാവും, റീറ്റെയിൻ ചെയ്തു പോകുന്നുണ്ടാവും. ഓക്കെ, അത് റീറ്റെയിൻ ചെയ്തതിന് ശേഷം പിന്നീട് ഒരു മോട്ടോർ റീപ്രൊഡക്ഷൻ ആണ്. അവർ ചെയ്യുന്ന അതേ ബിഹേവിയർ ഇവരും റീപ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. കാർട്ടൂണുകളൊക്കെയാണ് ഇതിന് ബെസ്റ്റ് എക്സാമ്പിൾ. നമ്മൾ വെച്ചു കൊടുക്കുന്ന കാർട്ടൂണുകളെല്ലാം വളരെ എന്താ പറയാ, നമ്മളും കൂടെ ഒന്ന് സ്കാൻ ചെയ്ത സാധനങ്ങൾ വേണം കുട്ടികൾക്ക് വെച്ചു കൊടുക്കാൻ. അതിൽ പറയുന്ന വാക്കുകൾ, അതിൽ ഇപ്പൊ ചില കാർട്ടൂണുകൾ കാണാം, ദേ ജംപ് ഓൾ അറൌണ്ട്, തല കുത്തി മറിയുന്നത് പോലെ, അല്ലെങ്കിൽ ചില വാക്കുകൾ അവർ യൂസ് ചെയ്യുന്നത്. അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം മാത്രമല്ല, പോസിറ്റീവ് കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ഇപ്പൊ ഇംഗ്ലീഷ് കാർട്ടൂണുകൾ നമ്മൾ കുട്ടികൾക്ക് അധികം കാണിക്കുകയാണെങ്കിൽ അവരെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യുന്നത് നമുക്ക് കാണാം. ബിക്കോസ് അവർ ചില കാര്യം, അതായത് ഇപ്പൊ വണ്ടി ഓടിക്കുന്നതാണെങ്കിൽ ഗോയിങ് ഇൻ എ സ്പീഡ്, ഓർ യു ഹാവ് ടു ബി കെയർഫുൾ, ഫോളോ ദ ട്രാഫിക് റൂൾസ് എന്നൊക്കെ ഉള്ളത് ചെറിയ ചില കാർട്ടൂണുകൾ കാണുന്നുണ്ടെങ്കിൽ ഇതൊക്കെ അവരെ അട്രാക്ട് ചെയ്യുന്ന ഒന്നാണെങ്കിൽ വിൽ ഗിവ് മോർ അറ്റൻഷൻ ടു ഇറ്റ്. അത് ഇവരെ റീറ്റെയിൻ ചെയ്തു പോകും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിട്ടൻഷനിൽ ഉണ്ടാവും. പിന്നീട് അവർ റീപ്രൊഡ്യൂസ് ചെയ്യും. ഇവർ ഈ തലകുത്തി മറിയുന്നതാവാം, ഇവർ കാണുന്നതാവാം, എല്ലാം റീപ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ ഉള്ളത് റീഎൻഫോഴ്സ്മെന്റ് ആണ് അവിടെ വരുന്നത്. അതായത് കുട്ടി ഒരു അൺഡിസൈഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ, കുത്തി മറിയുന്നത് അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നത് പോലത്തെ ബിഹേവിയർ ആണെങ്കിൽ നമ്മൾ പറയും നോ, യു ആർ നോട്ട് സപ്പോസ് ടു ഡു ഇറ്റ്. അവിടെ നമ്മൾ പണിഷ്മെന്റ് ആവാം, അല്ലെങ്കിൽ നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് ആവാം നമ്മൾ കൊടുക്കുന്നത്.
അങ്ങനെ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ, ആ കുട്ടി ആ ബിഹേവിയർ പിന്നെ എക്സിബിറ്റ് ചെയ്യില്ല. ഓക്കെ, അവിടെ ഒരു മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ മാത്രം. അല്ല, കുട്ടി നല്ല വെക്കാബുലറീസ്, അതായത് ഇപ്പോൾ സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മാജിക് വേർഡ്സ് യൂസ് ചെയ്യുന്നത് കുട്ടി TV കണ്ട് പഠിച്ചതാവാം, അല്ലെങ്കിൽ വേറെ സ്കൂളിൽ നിന്ന് പഠിച്ചുകൊണ്ട് വന്നതാവാം. ഓക്കെ, ഇപ്പൊ ടീച്ചേഴ്സ് ആണ് അവരെ ചെറുപ്പത്തിൽ ടീച്ചേഴ്സ് ആണ് അവരെ ഒരു പ്രൈം പ്രയർ, മദർ ഫാദർ കഴിഞ്ഞ ഒരു പ്രയർ, ഒരു പീസ് ഓഫ് ഇൻഫർമേഷൻ അവർക്ക് കിട്ടുന്നത് ഫ്രം ദെയർ ടീച്ചേഴ്സ്. ദേ ആർ ടു മച്ച് അറ്റാച്ച്ഡ് ടു ദെയർ ടീച്ചേഴ്സ്, ടു മച്ച് ഫോക്കസിങ് ഓൺ ദെയർ ടീച്ചേഴ്സ്. സോ ടീച്ചേഴ്സ് പറയും ഇപ്പൊ മാജിക് വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യണം. അപ്പൊ വീട്ടിൽ വന്ന് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കുട്ടിയെ റീഇൻഫോഴ്സ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് ഓട്ടോ റീപ്രൊഡക്ഷൻ നടക്കുകയാണെന്ന്, അവിടെ റീപ്രൊഡക്ഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ വി ആർ റീഇൻഫോഴ്സ് ചെയ്യും. വാവ്, നല്ലൊരു വാക്കാണല്ലോ പറഞ്ഞത്, അല്ലെങ്കിൽ നൈസ്, വളരെ അത്ഭുതത്തോടുകൂടെ സന്തോഷത്തോടെ അവിടെയാണ് നമ്മൾ ആ റെസ്പോൺസ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ബിഹേവിയറിനെ ഇറ്റ് ഈസ് മോട്ടിവേറ്റിംഗ്. ഓക്കെ, ഈ എല്ലാം പ്രോസസ്സാണ് മോഡലിംഗിൽ വരുന്നത്. മോഡലിംഗിൽ വരുന്ന പ്രോസസ്സുകളാണ് അറ്റൻഷൻ, റിറ്റൻഷൻ, മോട്ടോ റീപ്രൊഡക്ഷൻ ആൻഡ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ബോബോഡോൾ എക്സ്പെരിമെന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ ഹ്യൂമൻ ബിഹേവിയർ ഇൻ മെനി ഏരിയാസ് ഓഫ് ലൈഫ്. ഓക്കെ, ഫോർ ഇൻസ്റ്റൻസ് ദ ഐഡിയ ദാറ്റ് ദ ചിൽഡ്രൻ വിൽ ഇമിറ്റേറ്റ്, ഒരു അബ്യൂസീവ് ബിഹേവിയർ ആയാലും ശരി, ഒരു പ്രോപ്പർ ബിഹേവിയർ ആയാലും ശരി, the children are observing it, that's how they are learning it. Okay, so namalipa moonu different methods of learning we have seen. If there is any doubts, you can ask. So far clear ആണോ, അതോ ക്ലാരിറ്റി, any suggestions for the class also you can tell. എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണോ, the way I am taking the class or PPTs ലോ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ you can give me suggestions. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾ എന്താ മക്കളെ റെസ്പോണ്ട് ചെയ്യാത്ത? ഐഷ മാമിന് അറിയാത്തതുകൊണ്ടാണോ? ഇങ്ങനെ ചോദിക്കുമ്പോ എന്തെങ്കിലും റെസ്പോൺസ് കൊടുക്കണ്ടേ? ക്ലാസ് ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണേന്ന് പറയുന്നത്. ഇത് ഫീൽ ചെയ്തൊരു കാര്യം പറയട്ടെ. പറഞ്ഞോളൂ. മോനുണ്ട് 3 വയസ്സായ. അപ്പൊ ഇതേപോലെ നമ്മള് യൂട്യൂബ് ഒക്കെ കാണുമല്ലോ, അപ്പൊ റീൽസ് ശ്രദ്ധിക്കൂല. നമ്മൾ ആദ്യം ഫോണ് എടുത്തോണ്ടുപോകും. വോയിസ് ബ്രേക്ക് ആയല്ലോ. ഹലോ, കേൾക്കണില്ലേ? ഇല്ല, നേരത്തെ കേട്ടില്ല. ഫോൺ എടുത്തോണ്ട് പോകുമ്പോ അപ്പൊ ഫോൺ എടുത്തോണ്ടോ റീൽസ് ഉണ്ടല്ലോ, ഇങ്ങനെ അതിങ്ങനെ മാറ്റി കാണുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ എന്താ വെച്ചാ ഒന്ന് ആട്ടി കൊടുക്ക. അപ്പൊ എന്താ വെച്ചാല് ഇവ നമ്മളെ വന്നിട്ട് ഇടിക്കാന്, അങ്ങനെയുള്ളൊരു വന്നിട്ട് ഇങ്ങനെ ഇടിക്കുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഞാൻ ആദ്യം മനസ്സിലായി ഇവൻ കാണുന്ന റീൽസ് ശ്രദ്ധിച്ചു നോക്കുമ്പോഴാണ് അങ്ങനെയുള്ള ഓരോ ഇതുണ്ടല്ലോ, ഈ ഹിന്ദി അതേപോലത്തെ ഇങ്ങനെ ഓരോ അങ്ങനത്തതാ കാണുന്നത്. അപ്പൊ ഞാൻ അതെന്താ വെച്ചാല് ലോക്കാക്കിയിട്ട് മറ്റേ കിഡ്സ് യൂട്യൂബ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് അതിൽ ലേണിംഗ് വീഡിയോസ് അടിച്ചിട്ട് ഇപ്പൊ അത് കൊടുക്കല് തുടങ്ങി. പക്ഷെ ഇപ്പൊ എന്താ വെച്ചാല് കളേഴ്സ് അറിയാ, കുറെ ബേർഡ്സിന്റേത് ഇങ്ങനെ കണ്ടിട്ട് പഠിച്ചിട്ട്, പിന്നെ അതേപോലെ ഇങ്ങനെ വന്നിട്ട് ഐ ആം പോലീസ്മാൻ, പിന്നെ ഡോക്ടർ അങ്ങനൊക്കെ പറഞ്ഞിട്ട് വരും. ഫയർ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് വണ്ടിയിൽ വരും. അപ്പൊ ഇപ്പൊ ഈ ഞാൻ പറഞ്ഞ ഈ ഒരു ഇത് വെച്ചിട്ട് പറയട്ടെ ഞാൻ, കാരണം ഇപ്പൊ 3 വയസ്സായിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ ഇങ്ങനെ വെച്ചു കൊടുത്തപ്പോ കുറെ കാര്യങ്ങൾ അത് കണ്ടിട്ട് പഠിച്ചു. പക്ഷെ ഇപ്പൊ ഈ ബിഹേവിയറിന്റെ ഇത് പറഞ്ഞല്ലോ, അപ്പൊ ആദ്യം ഞാൻ ഇവന്റെ ചേഞ്ചസ് കണ്ടപ്പോഴാണ് ഈ മാറ്റം ഇത് ശ്രദ്ധിച്ചത്. അപ്പൊ ഇപ്പൊ നോർമലി യൂട്യൂബ് ഞാൻ കാണിച്ചു കൊടുക്കില്ല, അത് ലോക്കാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആവശ്യ സമയത്ത് ഇതേ കൊടുക്കലുള്ളൂ. അപ്പൊ ഇങ്ങനെ ഉപയോഗിക്കണം. അപ്പൊ ഇത് മാം ഇതിനനുസരിച്ച് പറഞ്ഞപ്പോ അത് പറഞ്ഞതാട്ടോ. അസോസിയേറ്റഡ്. നൈസ്. അല്ല, ഇങ്ങനെ കുട്ടികളുടെ ബിഹേവിയർ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ സബ്ന പറഞ്ഞ പോലെ നമ്മൾ അവരുടെ ബിഹേവിയറിൽ ചേഞ്ചസ് ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണും. അപ്പൊ നമ്മൾ അവരെ വളരെ ഒബ്സർവ് ചെയ്യുക, ടീച്ചറോട് സംസാരിക്കുക, എന്താ അവർക്ക് ചുറ്റും നടക്കണേന്ന് ചോദിക്കുക, അവരെ കൂടെ ഇരുന്ന് സംസാരിക്കുക. അപ്പൊ നമുക്ക് ആ ബിഹേവിയർ, അതായത് ഒരു നെഗറ്റീവ് ബിഹേവിയർ ആസ്പെക്ട് ആണെങ്കിൽ എസ്പെഷ്യലി നമ്മളത് ഒരു പേരന്റ് ആയി കഴിയുമ്പോൾ വി ഹാവ് ലോട്ട് ഓഫ് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് അവർ ചിൽഡ്രൻ, അല്ലെ? അപ്പൊ പിന്നെ സ്ക്രീൻ ടൈം കുറയ്ക്കാനും ഇപ്പൊ നമ്മൾ പറഞ്ഞ മെത്തേഡ്സ് എല്ലാം യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് ഇപ്പൊ കുട്ടി കുറെ നേരം സ്ക്രീൻ ടൈം ഉണ്ടെങ്കിൽ ആ സ്ക്രീൻ ടൈം കുറച്ചിട്ട് നമുക്ക് പുതിയ എന്തെങ്കിലും സാധനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, പസിൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പക്ഷെ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും നമ്മൾ അവരെ കൂടെ ഇരിക്കുക എന്നുള്ളതാണ്. നമ്മൾ അവരെ കൂടെ ഇരുന്ന് ഇപ്പൊ ഫസ്റ്റ് പസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ യു ക്യാൻ ഇൻട്രൊഡ്യൂസ് 5 സെക്ഷൻ ഉള്ള പസിൽസ്. വലിയ പസിൽസ് ഒന്നും അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല, ഏജ് അപ്രോപ്രിയേറ്റ് ആവില്ല. ഓക്കെ,
അപ്പൊ ഏജ് അപ്രോപ്രിയേറ്റ് അല്ലാതെ വരും. അപ്പൊ നമ്മൾ ആ പസിൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവരെ കൂടെ ഇരുന്ന് ചെയ്യാൻ സഹായിക്കുക. ചെയ്ത് കഴിയുമ്പോൾ ഒരു കയ്യിൽ ഒരു സ്റ്റാർ കൊടുക്കാം. ഇറ്റ്സ് എ റീഇൻഫോഴ്സ്മെന്റ്. അതൊരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ്, സ്റ്റാർ കൊടുക്കുക എന്നുള്ളത്. അപ്പൊ അത് വെച്ച് പിന്നെ നമ്മൾ പസിലിന്റെ നമ്മൾ കൊടുക്കുന്ന 5 സെറ്റ് ഓഫ് പസിലാണെങ്കിൽ പിന്നെ നമ്മൾ ആ പസിലിന്റെ ബ്ലോക്സ് കൂട്ടി വരും. കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അത് കുറെ നാൾ അതിങ്ങനെ കളിച്ചുകൊണ്ടേ ഇരുന്നോളൂ. അവർ ഇരുന്ന് കുറെ നേരം കളിക്കും. പിന്നെ ഈ പ്ലേഡോ ഇല്ലേ, ക്ലേ നമ്മൾ മേടിച്ചു കൊടുക്കണം എന്നില്ല. ക്ലേ ഇറ്റ്സ് നോട്ട് ഓൾവേസ് സേഫ്. നമ്മളില്ലാത്തപ്പോൾ അവർ കളിക്കുമ്പോൾ അത് അത്ര സേഫ് ആവണമെന്നില്ല. നമുക്ക് ചപ്പാത്തി മാവ് പോലത്തെ അല്ലെങ്കിൽ മൈദ മാവ് അതിൽ ഫുഡ് കളർ നമുക്ക് ഇട്ടിട്ട് അതുകൊണ്ട് നമുക്ക് ക്ലേ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പൊ അതും അവർ കുറെ നേരം ഇരുന്ന് കളിക്കുന്ന ഒരു സാധനം. ഇപ്പൊ ഈ 3 വയസ്സ് 2.5 വയസ്സായിട്ടുള്ള കുട്ടികൾക്ക് ഭയങ്കര സോ മച്ച് ഫോണ്ട് ഓഫ് ഇറ്റ്. അവര് പുതിയ ഷേപ്സ് ഉണ്ടാക്കും. അതിന്റെ കട്ടറൊക്കെ വളരെ ലോ കോസ്റ്റിൽ നമുക്ക് മേടിക്കാൻ പറ്റും. ഒരുപാട് പൈസയൊന്നുമില്ല, 100 രൂപ അങ്ങനെ നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പൊ അതിങ്ങനെ അവരെ ഫൈൻ മോട്ടോർ സ്കിൽസും ഡെവലപ്പ് ചെയ്യാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ടെക്സ്ചർ ആയിട്ടുള്ള കാര്യങ്ങളിൽ കളിക്കാനായിട്ട്. അങ്ങനെയൊക്കെ നമുക്ക് ചാനലൈസ് ചെയ്ത് വിടാൻ പറ്റും. ഇവർക്ക് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുട്ടികൾക്ക് പൊതുവെ അങ്ങനത്തെ ബിഹേവിയേഴ്സ് നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ഈ പോസിറ്റീവ് ബിഹേവിയേഴ്സ് നമുക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ പഠിച്ച ഈ മെത്തേഡ്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് കാര്യമായിട്ട് നമുക്ക് സ്വന്തം കാര്യത്തിൽ തന്നെ കുറെ യൂസ്ഫുൾ ആയണത് ഇങ്ങനെ. കാരണം കുറെ കാര്യങ്ങൾ നമുക്ക് അറിയില്ല. അതൊക്കെ ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ ഓരോ കാര്യങ്ങൾ അറിയാം. എനിക്ക് കുറെ മക്കളുടെ കാര്യത്തിൽ കുറെ ഇമ്പ്രൂവ്മെന്റ് വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്ന് നമ്മൾ അറിയുമ്പോ അതിനനുസരിച്ച് ചെയ്യുമല്ലോ. പിന്നെ അതെളുപ്പമുണ്ടല്ലോ കുറെ ഗെയിം നമ്മൾ ശ്രദ്ധിക്കൂല, പക്ഷെ ഈ ഗെയിം കാണാൻ കുറെ ഈ ഗണ്ണ് യൂസ് ചെയ്യണത്, ആൾക്കാരെ വെടിവെച്ച് അങ്ങനൊക്കെ ഓരോ ഇതാണല്ലോ അങ്ങനത്തെ ഗെയിംസും കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനത്തെ മാറ്റി വെക്കലാണ്. സ്ക്രീൻ ടൈം കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. സ്ക്രീൻ ടൈം അവരുടെ എന്താ പറയാ ഹൈപ്പർ ആക്ടിവിറ്റി കൂടുന്ന സ്റ്റഡീസിലുണ്ട്. അതും ഇതേപോലെ ക്ലാസ് കേട്ടതിന് ശേഷം മനസ്സിലായത്. അപ്പൊ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ വാശി പിടിച്ച് നമ്മള് വേഗം ഫോൺ കൊടുക്കും. ബാഗ് കൊടുക്കൽ നിൽക്കുമ്പോ കിട്ടൂലെന്ന് കാണുമ്പോ നിർത്താൻ പഠിച്ചു. അങ്ങനെയൊക്കെ അങ്ങനെ ആസ് എ പാരന്റ്സ് നമുക്കും ആദ്യത്തെ കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ നമ്മളും ലേണിംഗ് ആണ്. കുറെ കാര്യങ്ങൾ ആദ്യത്തെ കുട്ടിയിൽ നിന്ന് ലേൺ ചെയ്തിട്ടാണ് പിന്നെ രണ്ടാമത്തെ കുട്ടിയിൽ നമ്മൾ അത് പ്രവർത്തിക്കാൻ നോക്കാം. ഫോർ അസ് ഓൾസോ ന്യൂ പാരന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ലേണിംഗ് പ്രോസസ്. പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാന്നുള്ളതാണ് മെത്തേഡ്സ്. വാശി പിടിക്കുമ്പോ ഓരോന്ന് ചെയ്ത് കൊടുക്കും. അപ്പൊ അത് കുട്ടികളെ അത് കണ്ടാണ് അത് ഇതാക്കണം. താങ്ക് യു ഫോർ ഷെയറിങ് സബ്ന. സോ അവരെ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ വിൽ വൈൻഡ് ദ ക്ലാസ്. മാം, എന്റെ കുട്ടിക്ക് ഇതേപോലെ അവൾക്കൊരു റൂട്ടീൻ ഉണ്ടാക്കി കൊടുത്ത് സ്റ്റാർ ചാർട്ട് വെച്ച് കുറച്ച് ആക്ടിവിറ്റീസിലൊക്കെ പിക്ചറൊക്കെ വെച്ചിട്ട് റെഡിയാക്കി. അവൾക്ക് 5 വയസ്സുണ്ട്. അവൾ ഡെയിലി ആക്ടിവിറ്റീസ് മൊത്തം ഞാനിങ്ങനെ സ്റ്റാർ ചാർട്ട് ഉണ്ടാക്കിയിട്ട് കുറച്ച് ഇമേജസ് ഒക്കെ വെച്ചിട്ട് സ്റ്റാർ അല്ലെങ്കിൽ ബാഡ് ആയിട്ട് ബിഹേവ് ആണെങ്കിൽ സാഡിന്റെ സ്മൈലിക്ക് ഇട്ട് കൊടുക്കുമായിരുന്നു. അങ്ങനെ അത്യാവശ്യം നല്ല അവളുടെ കാര്യങ്ങൾ നല്ല ഉത്തരവാദിത്തമുള്ള എപ്പോഴും ചെയ്യുന്നുണ്ട്. then ഇപ്പൊ ഞാൻ മാറ്റിയിട്ട് ഒരു ദിവസത്തെ കാര്യങ്ങള് സ്റ്റാർ കിട്ടുന്നതും സാഡ് ആയിട്ടുള്ളത് ഒരു ബുക്കില് അവൾക്ക് വായിക്കാൻ റീഡ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അതേപോലെ ആക്കി സെറ്റ് ആക്കി കൊടുത്തു. അപ്പൊ അവൾക്ക് തന്നെ അസസ് ചെയ്യാൻ പറ്റും അവൾ എങ്ങനെയാണ് അവൾക്ക് എന്തൊക്കെയാണ് മാറ്റം വരുത്തേണ്ടുള്ള കാര്യങ്ങളൊക്കെ. It's a very great thing what you're doing. Okay, it's a very great thing because knowing our emotion from very small age അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കൊന്നും അങ്ങനെ എക്സ്പോഷർ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇമോഷൻസ് ചാനലൈസ് ചെയ്ത് ചില സമയത്ത് നമുക്ക് ചാനലൈസ് ചെയ്യാൻ അറിയില്ല. പിന്നെ ചില സമയത്ത് നമുക്ക് എന്താ സംഭവിക്കുന്നത് നമുക്ക് തന്നെ മനസ്സിലാവാത്തൊരു സിറ്റുവേഷൻ ഒക്കെ വരാറുണ്ട്. അപ്പൊ നമ്മുടെ ഇമോഷൻസ് ആ ഒരു ഇത്ര ബേസിക്സിലെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇറ്റ്സ് എ വെരി ഗ്രേറ്റ് തിങ്. ക്ലാസ് റിലേറ്റ് ചെയ്ത് ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ത്രൂ മുസൈന ഐ വുഡ് ലൈക്ക് ടു നോ. അപ്പൊ നിങ്ങൾ മുസൈനയിൽ ഇതൊക്കെ പറഞ്ഞാലും മതി. ക്ലാസിന്റെ മോഡ് ഓഫ് നോ ഹൗ ഐ എം ടേക്കിംഗ് ക്ലാസ്. ഇഫ് ദർ ഈസ് എനി സജഷൻസ് ഓർ യു വാണ്ട് ടു ചേഞ്ച് എനിത്തിങ് ജസ്റ്റ് ലെറ്റ് മീ നോ. ഓക്കെ, വേറെ ഒന്നും ഇല്ലെങ്കിൽ ക്ലാസ് വൈൻഡ് ചെയ്തോട്ടെ. ഓക്കെ, അവർക്ക് ക്ലിയർ ആണ്. ഐഷ മാം എടുത്ത എല്ലാം ക്ലിയർ ആണ്. അതാ ഡൗട്ട് ഇല്ലാത്തത്. Okay, thank you. താങ്ക് യു ഐഷ. Thank you so much. Bye all. Good night.